നമ്മൾ 4-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം വരെയാണ് ധ്യാനിച്ച് നിർത്തിയത്. എന്നാൽ അതിനകത്ത് ഒരു ഭാഗം കൂടെ ഒന്നുകൂടെ ധ്യാനിക്കണമെന്ന് എനിക്ക് തോന്നി. നമ്മൾ ലാസ്റ്റിലെ സംശയം ചോദിച്ചതും ഞാൻ വിട്ടുപോയതുമായ ഒരു വാക്യമാണ് 6-ാം വാക്യം. 6-ാം വാക്യം കൂടെ ചിന്തിച്ച് നമുക്ക് താഴോട്ട് വായിക്കാം. 6-ാം വാക്യം, 4-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം. വെയിലാറി നിഴൽ കാണാതെയാകുവോളും ഞാൻ മൂറിൻമലയിലും കുന്തിരിക്കക്കുന്നിലും ചേർന്നിരിക്കും. അവളുടെ സൗന്ദര്യത്തെക്കുറിച്ചും അവളുടെ ശ്രേഷ്ഠതയെക്കുറിച്ചും പ്രിയനോട് വർണ്ണിച്ചപ്പോൾ അവൾ പറഞ്ഞ വാക്കാണ് അണ്ടിൽ ദ ഡേ ബ്രേക്സ് ആൻഡ് ദ ഷാഡോസ് ഫ്ലീ അവേ. ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, I will get me to the mountain of myrrh and to the hill of frankincense. I will get me to the എന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ തന്നെ ആ പർവ്വതങ്ങളിലേക്ക് ചേർന്നിരിക്കും എന്ന ആഹ്വാനം കൊടുക്കുകയാണ്. നമ്മൾ ചിന്തിക്കുകയുണ്ടായി, പ്രഭാതം ഉദിക്കുന്നത് വരെ ഇവിടെ അങ്ങനെയാണ് വായിക്കുന്നത്, അണ്ടിൽ ദ ഡേ ബ്രേക്സ് ആൻഡ് ദ ഷാഡോസ് ഫ്ലീ അവേ. അവൾക്കറിയാം ഈ പ്രഭാതം ഉദിക്കുന്നത് വരെ അവളുടെ ജീവിതത്തിൽ നിഴലുകളുണ്ട്. എന്നാൽ നമുക്ക് സാധാരണ ചിന്തിച്ചാൽ പ്രഭാതം ഉദിക്കുമ്പോൾ ഇരുട്ടുള്ള സമയം നിഴല് കാണാറില്ല. പക്ഷെങ്കിൽ നമുക്കറിയാം ആത്മീയമായി യേശുക്രിസ്തുവിന്റെ അഭാവമുള്ള ദിവസം ഒരു ഇരുട്ടുള്ള സമയമാണ്. കർത്താവ് സഭയ്ക്ക് വേണ്ടി ഉദയനക്ഷത്രമായി ഉദിച്ച് പിന്നീട് സർവ്വലോകത്തിനും അവൻ നീതിസൂര്യനായി ഉദിക്കാൻ പോവുകയാണ്. കർത്താവിന്റെ മടങ്ങിവരവിനെയാണ് അവൾ പറയുന്നത്, പ്രഭാതം ഉദിക്കുന്നത് വരെ, അന്ന് വരെ എന്റെ ജീവിതത്തിൽ നിഴലുകൾ ഉണ്ടായിരിക്കും. വാസ്തവത്തിൽ വിശുദ്ധന്റെ ജീവിതത്തിൽ അവൻ എത്ര ശ്രമിച്ചാലും there will be shadows, അവിടെ നിഴലുകൾ സംഭവിച്ചിരിക്കും, ഉണ്ടായിരിക്കും എന്നുള്ളത് വാസ്തവത്തിൽ അടുക്കും തോറുമേ അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ആ വെളിച്ചത്തോട് അടുക്കുമ്പോൾ നിഴലുകൾ ഉണ്ടെന്നുള്ളത് മനസ്സിലാകും. അതൊരു വലിയ ആത്മിക സത്യമാണ്. നമ്മുടെ ഈ ശരീരത്തിന് നമുക്കറിയാം താഴ്ചയുണ്ട്, ഇതിനിതുവരെ രൂപാന്തരം സംഭവിച്ചിട്ടില്ല. നമുക്ക് ആ പരിശുദ്ധാത്മാവ് അവിടെ എഴുതിയിരിക്കുന്ന ഓരോ വരികളും അർത്ഥപൂർണമാണ്, വിപുലമാണ്. ഈ പ്രഭാതം ഉദിക്കുന്നവരെ, യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവരെ നമ്മുടെ ജീവിതത്തിൽ നിഴലുകൾ ഉണ്ടെന്നുള്ളത് അവൾ പറയുന്നു. അവനോട് അടുത്തിരിക്കുമ്പോൾ മാത്രമേ, ആ വെളിച്ചത്തോട് അടുക്കുമ്പോഴേ നമുക്ക് നമ്മളുള്ള നിഴലുകളെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്നാൽ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് അവൾ ചോദിക്കുകയാണ്. നോക്കാം, ഇവിടെ അവൾ തന്നെ പറയുന്നു, ഞാൻ ഒരു മലയിലോട്ട് ചേർന്നിരിക്കും. ആ മലയുടെ പേരെന്താണ്? ഇവിടെ നമ്മൾ വായിക്കുന്നു, മൂറിൻ മലയും കുന്തിരിക്കക്കുന്നും. വളരെ അർത്ഥപൂർണമാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഓർത്തു, മൂറിന്റെയും കുന്തിരിക്കത്തിന്റെയും പഠനം ആവർത്തിച്ച് കാണുന്നു. വാസ്തവത്തിൽ വചനത്തിൽ അതിന് പ്രാധാന്യമുണ്ടെന്ന് നമ്മൾ ഓർത്തു കഴിഞ്ഞു. യേശുക്രിസ്തുവിന്റെ മരണത്തെയാണ് മൂര് കാണിക്കുന്നത്. അവളുടെ മാർവിൽ അത് സൂക്ഷിക്കുന്നു. മാത്രമല്ല, കർത്താവിന്റെ ജനനത്തിൽ കാഴ്ചവെച്ചു. നമുക്ക് വളരെ അല്പം ദീർഘമായിട്ട് നമ്മൾ ചിന്തിച്ചതാണ്. അതുപോലെ കുന്തിരിക്കം കർത്താവിന്റെ പുനരുത്ഥാനത്തെ കാണിക്കുന്നു. ഒരു വിശുദ്ധന്റെ ജീവിതത്തിൽ നിന്ന് പുറപ്പെടേണ്ട രണ്ട് സൗരഭ്യം, ഒന്ന് അവന്റെ ക്രൂശിന്റെ ആ സൗരഭ്യം നമ്മളിൽ നിന്ന് പരക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ അവന്റെ മരണത്തോടെ നമ്മൾ അനുരൂപരായെങ്കിൽ റോമർ 6 നമ്മൾ പഠിക്കുകയുണ്ടായി, പുനരുത്ഥാനത്തിന്റെ സാദൃശ്യത്തോടെ നമ്മൾ അനുരൂപരായി മാറും. അപ്പോൾ ആ മരണവും പുനരുത്ഥാനവും ഒരു വിധത്തിൽ നമ്മളും ഈ ലോകത്തിൽ പ്രദർശിപ്പിക്കേണ്ടതാണ്. ഞാൻ കർത്താവിനോടുകൂടെ മരിച്ചവനാണ്, ഈ ലോകത്തിന് ഞാൻ മരിച്ചവനാണ്, പാപത്തിന് മരിച്ചവനാണ്. വാസ്തവത്തിൽ അങ്ങനെ മരിച്ചൊരു വ്യക്തിയുടെ ജീവിതത്തിൽ പുനരുത്ഥാന ജീവിതത്തിന്റെ അനുഭവം, അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഓർത്ത പോലെ ഒരു ന്യൂ കൈൻഡ് ഓഫ് ലൈഫ്, ന്യൂനെസ് ഓഫ് ലൈഫ്, ഒരു പുതിയ ജീവന്റെ അനുഭവം ഉണ്ടായിരിക്കും. ഇവൾ പറയുന്നു, അന്നുവരെ ഞാൻ അവളോട് ചേർന്നിരിക്കും. എന്നാൽ ഇവിടെ ഒരു ചെറിയ പഠനം ഞാൻ വീണ്ടും ഓർത്തു. അവൾ തന്നെ പറയുന്നു, ഐ വിൽ ഗെറ്റ് മീ ടു ദ മൗണ്ടൻ. ഇനി നമ്മൾ ചില മലകളെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. താഴോട്ട് വായിക്കുമ്പോൾ, ലെബനോനെ വിട്ടെന്നോടുകൂടെ അരാമനാമുകളും ശനീർ പർവ്വത കൊടുമുടികളും, ഇങ്ങനെ ചില പർവ്വതങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. എന്നാൽ അതിന്റെ ആരംഭമായി ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. അവൾ തന്നെ പറയുന്നു, ഞാന് കുന്തിരിക്കമലയിലും മൂരിന്റെ ചരിവിലും ഞാൻ എന്നെ തന്നെ ചേർത്തിരുത്തുവാനായിട്ട് ഇടയാക്കും. ഐ വിൽ ഗെറ്റ് മീ ടു ദ മൗണ്ടൻ എന്നാണ്. ഇത് ഒരു വാക്യം നമ്മൾ വായിച്ചാൽ കുറച്ചുകൂടെ ശ്രദ്ധേയമാണ്. 104-ാം സങ്കീർത്തനത്തിന്റെ 18-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഉയർന്ന മലകൾ കാട്ടാടുകൾക്കും പാറകൾ കുഴിമുയലിനും സങ്കേതമാകുന്നു. ഉയർന്ന മലകൾ കാട്ടാടുകൾക്കും പാറകൾ കുഴിമുയലിനും സങ്കേതമാണ്. കുഴിമുയലുകൾ താഴോട്ടിറങ്ങി പോകുമ്പോൾ ആ മുട്ടാടുകൾ, അല്ലെങ്കിൽ നമ്മൾ വായിച്ചതുപോലെ കാട്ടാടുകൾ പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറിപ്പോവുകയാണ്. പഴയ നിയമത്തിൽ നമ്മൾ ചിന്തിച്ചതാണെന്ന് തോന്നുന്നു, ഏത് മത്സ്യത്തെ ഭക്ഷിക്കണം, ഏത് മത്സ്യത്തെ ഭക്ഷിക്കരുതെന്ന് ദൈവം പറഞ്ഞു. ചിറകും ചെതുമ്പലുള്ളവ ഭക്ഷിക്കാൻ പറഞ്ഞു. ചിറകും ചെതുമ്പലുമുള്ള മത്സ്യം ആ സൂര്യപ്രകാശത്തിൽ ഉയരത്തിലേക്ക് വരുമ്പോൾ, ചിറകും ചെതുമ്പലുമില്ലാത്ത മത്സ്യങ്ങൾ താഴോട്ട് ഇരുട്ടിലേക്ക്, ചെളിയിലേക്ക്, പൊത്തിലേക്ക് അത് ഇറങ്ങിപ്പോകുന്നതാണ്. ആത്മിക ജീവിതത്തിൽ നമ്മോട് ആവശ്യപ്പെടുന്നത് ഉയരത്തിലേക്ക് കരയേറി വരാനാണ്.
നാം സ്വർഗീയ തലത്തിലേക്ക് ഉയരുവാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ലോകത്തിന്റെ മനുഷ്യൻ ഇരുട്ടിലേക്കും താഴോട്ടും ഇറങ്ങിപ്പോകുന്നു. ഇതൊക്കെ വചനത്തിൽ ആ ശിംശോന്റെ കാര്യമൊക്കെ ന്യായാധിപന്മാരുടെ പുസ്തകം 13-14 വരുമ്പോൾ ശിംശോനെ കുറിച്ച് വായിച്ചാൽ ഇംഗ്ലീഷ് ബൈബിളിൽ കുറച്ചുകൂടി ക്ലിയർ ആണ്. ഈ ശിംശോൻ ഹി വെന്റ് ഡൗൺ എന്ന് അനേക ആവർത്തി അത് പറഞ്ഞിട്ടുണ്ട്. അവൻ താഴോട്ട് ഇറങ്ങിപ്പോയി. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമ്മൾ ഉയരത്തിലേക്ക് കയറേണ്ടതാണ്. എന്നാൽ അതിനുള്ള ബലം നമ്മളിവിടെ ഓർത്തതുപോലെ കാട്ടാടുകളുടെ കാലിനാണ്. ഞാൻ ഗൾഫിലൊക്കെ ആയിരുന്നപ്പോൾ കണ്ടിട്ടുണ്ട്, പലപ്പോഴും നോക്കി നിന്നിട്ടുണ്ട്. മലയുടെ മണ്ടയ്ക്ക്, അവിടുത്തെ മലകൾ എന്ന് പറഞ്ഞാൽ ഒരു പുല്ലുമൊന്നുമില്ല, പക്ഷെങ്കിൽ ഈ മലകളുടെ മണ്ടയ്ക്ക് ഈ ആടുകൾ നിൽക്കുന്നത് കാണാം. നമുക്കൊക്കെ കയറി ചെല്ലാൻ ബുദ്ധിമുട്ടാണ്. അവ കയറി ചെല്ലുകയാണ്. ഒരു വിശുദ്ധന്റെ മുകളിലോട്ടുള്ള ആ യാത്രയാണ് വാസ്തവത്തിൽ ആത്മിക ഉന്നമനത്തെയാണ് അത് കാണിക്കുന്നത്. എന്നാൽ ഇവിടെ ഒരു അർത്ഥം കൂടെ ഉണ്ടെന്ന് ദൈവദാസന്മാർ ചിന്തിക്കുന്നു. എന്താണ്? അവൾ തന്നെ പറയുന്നു, ഈ കർത്താവിന്റെ മടങ്ങി വരെ ഞാൻ ഇതിന്റെ സൗരഭ്യം പരത്തുന്ന ആ കുന്നുകളിലോട് ചേർന്നിരിക്കും എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ നമ്മൾ ഓർത്തു, ഐ വിൽ ഗെറ്റ് മീ ടു ദ മൗണ്ടൻ. ഞാൻ എന്നെ തന്നെ അങ്ങനെയുള്ളൊരിടത്തിലേക്ക് പോകും. ചില ദൈവദാസന്മാർ ഇങ്ങനെ പറഞ്ഞു, ഈ സൗരഭ്യം പരത്തുന്ന സഭകളോട് ഞാൻ ചേർന്നിരിക്കും എന്നുള്ളൊരു ആശയമാണെന്നാണ്. ലോകത്തിൽ അനേക ക്രിസ്തീയ സഭകളുണ്ട്. എന്നാൽ യേശുക്രിസ്തുവിന്റെ മരണത്തിനും പുനരുത്ഥാനത്തിനും പ്രാധാന്യം കൊടുക്കാത്ത അനേക സഭകളുണ്ട്. അവർക്ക് അതല്ല വിഷയം. കർത്താവിന്റെ ആ ജീവിതത്തെക്കുറിച്ചോ മരണത്തെക്കുറിച്ചോ ഉയർപ്പിനെക്കുറിച്ചോ ഒന്നുമുള്ള അല്ല അവർക്ക് വിഷയം. കർത്താവ് നമ്മോട് പറഞ്ഞത് എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവേൻ. കർത്താവിനെയാണ് നമ്മൾ ഓർക്കേണ്ടത് വരുവോളം. ഇവിടെ വാസ്തവത്തിൽ ഈ പ്രിയ പറയുന്നതാണ്, അവൾ അതോട് ഞാൻ ചേർന്നിരിക്കും. അങ്ങനെയുള്ള കൂട്ടത്തോടെ, കർത്താവിന് മഹത്വം കൊടുക്കുന്ന ഈ സൗരഭ്യം പരത്തുന്ന കൂട്ടങ്ങളോട് ഞാൻ ചേർന്നിരിക്കും. വാസ്തവത്തിൽ നമ്മളുടെ കൂട്ടായ്മയും അങ്ങനെയുള്ളിടത്തായിരിക്കണം. യേശുക്രിസ്തുവിന് പ്രാധാന്യം കൊടുക്കുന്ന, അവന്റെ മരണപുനരുത്ഥാനത്തിന് പ്രാധാന്യം കൊടുക്കുന്ന കൂട്ടത്തോട് വേണം നാം ചേർന്നിരിക്കാൻ. ഇവിടെ അവൾ തന്നെ പറയുന്നു, അങ്ങനെയുള്ളൊരിടത്തിലേക്ക് ഞാൻ കയറി ചെല്ലും എന്ന് പറയുകയാണ്. ഇത്രയും അവൾ പറഞ്ഞപ്പോൾ അവളുടെ അംഗപ്രത്യേക വർണ്ണനം അവൾ വർണ്ണിച്ചു. കഴിഞ്ഞ ദിവസം നമ്മളത് പഠിച്ചു. 7-ാം വാക്യത്തിൽ പറഞ്ഞപ്പോൾ ആ പ്രിയൻ പറയുകയാണ്, എന്റെ പ്രിയേ, നീ സർവാംഗ സുന്ദരി, നിന്നിൽ യാതൊരു ഊനവുമില്ല. യു ആർ ഓൾ ടുഗദർ ലവ്ലി എന്നുള്ള ആശയമാണ്. യു ആർ ഓൾ ഫെയർ, നിന്നിൽ ഒരു ഊനവുമില്ല. നമ്മളൊന്ന് ചിന്തിച്ചേ, നമ്മൾ ഊനമില്ലേ? ഉണ്ട്. എന്നാൽ പ്രിയൻ നമ്മളിൽ നോക്കിയാൽ ഊനമില്ലാത്തതിന്റെ കാരണം എന്താണ്? ജെറമ്യാവ് 9:20 വായിച്ചു നോക്കിയേ. വാസ്തവത്തിൽ അത് നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ പ്രിയൻ വാസ്തവത്തിൽ യാതൊരു ഊനവും കാണാതെ വരുന്നു. ജെറമ്യാവ് 9:20 നമ്മൾ വായിക്കുന്നുണ്ട്. നല്ല മനോഹരമായൊരു വാക്യമാണ്. പ്രൈസ് ദി ലോർഡ്. നോക്കുക, യഹൂദന്റെ പാപങ്ങള്, അവന്റെ അകൃത്യങ്ങൾ അന്വേഷിച്ചാൽ കാണില്ല. കാരണം എന്നാ? ഞാൻ അവരോട് ക്ഷമിക്കിയാൽ. ദൈവം ക്ഷമിക്കുമ്പോൾ ദൈവം അത് മറക്കുകയാണ്. ദൈവം അത് ഓർക്കുന്നില്ല. നമ്മൾ ക്ഷമിക്കുന്ന പോലല്ല. ദൈവം ഒരു കാര്യം മറക്കുമ്പോൾ ദൈവം പറഞ്ഞു, ഞാനിനി അത് ഓർക്കില്ലേ. അങ്ങനെ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ചു കഴിഞ്ഞാൽ ദൈവം ഓർക്കുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്താ ഊനമുള്ളത്? യെസ്. യാക്കോബിനെ നോക്കി സംഖ്യാപുസ്തകം 23:20-21 വാക്യത്തില് യാക്കോബിനെ നോക്കി പറയുന്നുണ്ട്, യാക്കോബിൽ തിന്മ കാണാനില്ല, ഇസ്രായേലിൽ കഷ്ടത ദർശിപ്പാനില്ല. യാക്കോബിൽ തിന്മയില്ലേ? അവരുടെ കൂടാരത്തോട് അടുത്താൽ എത്ര തിന്മകളുണ്ട്, അവരുടെ സംഭാഷണത്തിൽ എത്ര കുറവുകളുണ്ട്. പക്ഷെങ്കിൽ സ്വർഗത്തിലെ ദൈവം പറയുകയാണ്, അവനിൽ തിന്മ കാണാനില്ലേ. കാരണം അവൻ അവനോട് ക്ഷമിച്ചു. നമ്മെ സംബന്ധിച്ചും വാസ്തവത്തിൽ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നാം അവന്റെ കൺമുമ്പിൽ, കൊലോസ്യ ലേഖനത്തിലൊക്കെ വായിക്കുന്നുണ്ട്, നാം അവന്റെ സന്നിധിയിൽ നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിനാണ് അവൻ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തത്. നമ്മളിൽ കുറ്റമില്ലാത്തവരായി നമ്മളെ നിർത്തുന്നു. എങ്ങനെ നിർത്തുവാൻ കഴിയുന്നു? ഈ കർത്താവിന്റെ മരണമാണ്. എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ പാപങ്ങളെ നമ്മോട് ക്ഷമിച്ചു. കർത്താവ് നമ്മോട് ക്ഷമിച്ചാൽ പിന്നെ ആരാണ് നമ്മളോട് ഇത് ചോദിക്കാനിരിക്കുന്നത്? അവൻ നമ്മളെ നീതീകരിച്ചാൽ ആര് കുറ്റം വിധിക്കും? പൗലോസ് അതാണ് ചോദിച്ചത്. ദൈവം തെരഞ്ഞെടുത്തവനെ ആർ കുറ്റം വിധിക്കും? ആർക്കും സാധിക്കുകയല്ലേ. ആ പ്രിയ നോക്കി പറഞ്ഞു, നീ സർവാംഗ സുന്ദരിയാണ്. ഇനി നമുക്ക് ഒരു പുതിയ ഒരു ഭാഗത്തിലേക്ക് കടന്നു പോവുകയാണ്. അവളുടെ മനോഹരത്വം ഇത്രയും വർണ്ണിച്ച് അവളെ പുകഴ്ത്തി. കഴിഞ്ഞ ദിവസം നമ്മൾ ഓർത്തതുപോലെ കർത്താവ് ആഗ്രഹിച്ച ഉന്നതമായ നിലവാരത്തിലേക്ക് അവൾ ഉയർന്നില്ലേ. ആ പ്രിയനോടൊത്ത് വരുവാൻ വിളിച്ചിട്ട് അവൾ കടന്നു പോയില്ലേ. വാസ്തവത്തിൽ ഒരു സമർപ്പണം ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ്. പക്ഷെങ്കിൽ ഒരു വിധത്തിൽ അവനോടുകൂടെ പല്ലക്കിൽ യാത്ര ചെയ്യുന്നതായിട്ട് അവളെ കാണുന്നുണ്ട്. എന്നാൽ വീണ്ടും ആ പ്രിയൻ അവളെ ഉത്സാഹിപ്പിച്ചും പ്രോത്സാഹിപ്പിച്ചും അവളെ ഉന്നതമായ ഒരു പ്രതലത്തിലേക്ക് ഉയർത്തുവാനായിട്ട് ശ്രമിക്കുകയാണ്. അടുത്ത വാക്യം നമുക്ക് നോക്കാം. അടുത്ത 2-3 വാക്യം നമുക്കൊന്ന് വായിച്ചു നോക്കാം. അതിന്റെ ബ്യൂട്ടി നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നു. കാന്തേ, ലബനോനെ വിട്ട് എന്നോടുകൂടെ വരിക. അരാമൻ മുകളും ശനീർ ഹെർമോൻ കൊടുമുടികളും ഗുഹകളും പുള്ളിപ്പുലികളും പർവ്വതങ്ങളും വിട്ടുപോരുക. ആ വാക്യം നമുക്ക് ആദ്യം ചിന്തിക്കാം. അത് കഴിഞ്ഞിട്ട് ബാക്കി വായിക്കാം. 8-ാം വാക്യം ഒരല്പം കൺഫ്യൂഷൻ ഉണ്ടെന്ന് തോന്നും മലയാളം വായിച്ചാൽ.
ലെബനോനെ വാസ്തവത്തിൽ ഇവിടെ നമ്മൾ വായിച്ചാൽ എന്നോടുകൂടെ ലെബനോനെ വിട്ടുപോരുകയാണ്. എന്നാൽ ആ വാക്യം ഞാൻ ഇംഗ്ലീഷിൽ വായിക്കാം. കം വിത്ത് മീ ഫ്രം ലെബനോൻ, മൈ സ്പൗസ് വിത്ത് മീ ഫ്രം ലെബനോൻ, ലുക്ക് ഫ്രം ദ ടോപ്പ് ഓഫ് അമാന. നീ എന്നോടുകൂടെ ലെബനോന്റെ ഉന്നതങ്ങളിൽ നിന്ന് താഴോട്ടൊന്ന് നോക്കുക എന്നാണ് പറയുന്നത്. കം വിത്ത് മീ from Lebanon, my spouse, with me from Lebanon, look from the top of Amana, from the top of Shamir and Hermon, from the lion's den, from the mountains of the leopards. നമ്മള് മലയാളത്തിൽ വായിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമാണ് ഇംഗ്ലീഷിൽ അതിന്റെ ആശയം. മലയാളത്തിൽ വായിച്ചാൽ ലെബനോനെ വിട്ടിഞ്ഞു പോരാനായിട്ട് പറയുകയാണ്. ലെബനോനെ വിട്ടു പോരുവാൻ അല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ കാരണം ഞാനൊന്നുകൂടെ പറയാം. അവളുടെ മഹത്വത്തെക്കുറിച്ച് വർണ്ണിക്കുമ്പോൾ ആ പ്രിയൻ എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? 11-ാം വാക്യം നോക്കിയാട്ടെ. 11-ാം വാക്യത്തിൽ അവളെ അഭിനന്ദിച്ചുകൊണ്ട് പറയുന്ന വാക്കാണ്. അല്ലയോ കാന്തേ, നിന്റെ അധരം തേൻകട്ട പൊഴിക്കുന്നു, നിന്റെ നാവിൻ കീഴിൽ തേനും പാലുമുണ്ട്, നിന്റെ വസ്ത്രത്തിന്റെ വാസന ലെബനോന്റെ വാസന പോലെ ഇരിക്കുന്നു. നോക്കുക, ആ പ്രിയൻ പ്രിയയുടെ ആ മഹത്വത്തെ വർണ്ണിക്കുമ്പോൾ നിന്റെ വസ്ത്രത്തിന്റെ വാസന ലെബനോന്റെ വാസന പോലെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് അവളെ വർണ്ണിക്കുമ്പോൾ ഇവിടെ ലെബനോനെ വിട്ടുപോരുവാനായിട്ടാണ് മലയാളത്തിൽ ആശയം വരുന്നത്. അതല്ല. ഇംഗ്ലീഷിൽ ഒന്നുകൂടെ വായിക്കുന്നത് ഞാൻ ചെറുകെ വായിക്കാമെന്ന് ശ്രദ്ധിച്ചാട്ടെ. കം വിത്ത് മീ ഫ്രം ലെബനോൻ, മൈ സ്പൗസ് വിത്ത് മീ ഫ്രം ലെബനോൻ, ലുക്ക് ഫ്രം ദ ടോപ്പ് ഓഫ് അമാന, ഫ്രം ദ ടോപ്പ് ഓഫ് ഷമീർ ആൻഡ് ഹെർമോൻ, ഫ്രം ദ ലയൺസ് ഡെൻ, ഫ്രം ദ മൗണ്ടൻസ് ഓഫ് ദ ലെപ്പാർഡ്സ്. പ്രിയ, എന്നോടുകൂടെ ലെബനോന്റെ ഉന്നതങ്ങളിൽ നിന്ന് നീ താഴെയുള്ള ഈ കൊടുമുടികളെ ഒന്ന് ശ്രദ്ധിച്ചാട്ടെ എന്ന് പറയുകയാണ്. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇവിടെ അവളെ വിളിക്കുമ്പോൾ കാന്ത എന്ന് വിളിച്ചു, മൈ സ്പൗസ്. ഇതുവരെയും പ്രിയ എന്നുള്ള വിളിയായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോൾ കാന്ത എന്നുള്ള വിളിയായി, സ്പൗസ് എന്നുള്ള വിളിയായി. എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ അഭേദ്യമായ ഒരു അനുഭവത്തിലേക്ക് വന്നു കഴിഞ്ഞു. ഇവിടെ ഒന്ന് നോക്കിയേ, 2 പ്രാവശ്യം പ്രിയൻ വിളിക്കുകയാണ്. കം വിത്ത് മീ, വിത്ത് മീ. നേരത്തെ വിളിച്ചില്ലേ? നേരത്തെ 2-ാം അധ്യായത്തിലും നമ്മൾ പഠിച്ചു, എന്റെ പ്രിയ എഴുന്നേൽക്ക, എന്റെ സുന്ദരി വരിക എന്ന് പറഞ്ഞു വിളിച്ചു. ഇപ്പോൾ അവളെ വിളിക്കുകയാണ് 2 പ്രാവശ്യം. കം വിത്ത് മീ, വിത്ത് മീ. എന്നോടുകൂടെ വരിക, എന്നോടുകൂടെ വരിക. നീ ആ ലെബനോന്റെ ഉന്നതങ്ങളിൽ നിന്ന് താഴെയുള്ള ഈ കൊടുമുടിയുടെ ഒന്ന് നോക്കുക. എന്തിനാണ് ഇവൻ ഇവിടെ വിളിക്കുന്നതെന്നറിയാമോ? ഇവിടെ വിളിക്കുന്നത് കോളിംഗ് ഹെർ ടു ആൻ ഹെവൻലി എലിവേഷൻ, സ്വർഗീയ ഉന്നതങ്ങളിലേക്ക് അവളെ വിളിക്കുകയാണ്. അതിന്റെ അർത്ഥം എന്താണ്? ആത്മിക ജീവിതത്തിന്റെ ഉന്നതമായ ഒരു പ്രതലത്തിലേക്ക് വിളിക്കുകയാണ്. നമ്മളിത് വളരെ മഹത്വപൂർണമായി എഫേസ്യ ലേഖനത്തിൽ നമുക്കിത് വായിക്കാൻ കഴിയുന്നുണ്ട്, പഠിക്കാൻ കഴിയുന്നുണ്ട്. എഫേസ്യ ലേഖനത്തില് നമുക്കത് പഠിക്കാൻ സാധിക്കുന്നുണ്ട്. നോക്കുക, നമുക്ക് ഈ ലോകത്തിലുള്ള സകല മഹത്വവും ഒന്ന് ചെറുതാണെന്ന് കാണുവാനായിട്ട് കഴിയണമെങ്കിൽ ആ സ്വർഗീയ പ്രതലത്തിലേക്ക് നമ്മൾ ഉയർന്നിട്ട് വേണം നോക്കാൻ. നമ്മൾ ഉയരത്തിലേക്ക് കടന്നുപോയി ആ പർവ്വതങ്ങളുടെ മുകളിൽ നിന്ന് താഴോട്ട് നോക്കിയാൽ താഴെയുള്ളതെല്ലാം വളരെ നിസ്സാരമാണ്, എല്ലാം ചെറുതായിരിക്കും. അതുപോലെ ആത്മീകമായ ഒരു ഉന്നമന ഒരു നിലയിലേക്ക് നമ്മൾ ഉയർന്നു കഴിഞ്ഞാൽ ഈ താഴെയുള്ള കാര്യങ്ങളെ നോക്കുവാൻ കഴിയും. നമ്മൾ എഫേസ്യർ 2:7 നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ക്രിസ്തുയേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. നമ്മൾ വാസ്തവത്തിൽ ഇരുന്നിട്ടില്ല നമ്മളിപ്പോൾ ഇവിടെ ആയിരിക്കുന്നത്. എന്നാൽ ആത്മീകമായി ഒന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മളെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചു. നമ്മൾ ആത്മീകമായി മരിച്ചുപോയവരാണ്. എന്നാൽ ഒരു ജീവൻ നൽകി. ജീവൻ നൽകിയെന്ന് മാത്രമല്ല, അവനോടുകൂടെ നമ്മളെ ഉയർപ്പിച്ച് സ്വർഗസ്ഥലങ്ങളിൽ നമ്മെ ഇരുത്തി. വി ആർ സീറ്റഡ് ഇൻ ദ ഹെവൻലീസ്. സ്വർഗീയ തലത്തിലിരുത്തി. നമ്മൾ ഇന്ന് ഭൂമിയിൽ അല്പകാലം ജീവിക്കുന്നതേ ഉള്ളൂ. നമ്മുടെ പൗരത്വത്തോടെയാണ്, നമ്മൾ കർത്താവിനോടുകൂടെയാണ്, നമ്മളുടെ വാസ്തവത്തിൽ ജീവൻ മറിഞ്ഞിരിക്കുന്നവനിലാണ്, നമ്മുടെ നിത്യ ആ പൗരത്വം അവിടെയാണ്, എല്ലാം അവിടെയാണ്. അവിടെ നമ്മളെ ഇരുത്തിയിരിക്കുകയാണ്. നമ്മൾ ഇരുത്തിയിരിക്കുന്നു പറഞ്ഞാൽ നമ്മൾ അവിടെ ഉള്ളവരാണ്, അവിടത്തേക്ക് വേണ്ടിയുള്ളതാണ്, അവിടുത്തെ കാര്യങ്ങൾ അന്വേഷിക്കാൻ കടംപെട്ടവരാണ്. യേശുക്രിസ്തുവിനോടുകൂടെ സ്വർഗതലങ്ങളിൽ നമ്മളെ ഇരുത്തി. നമ്മുടെ ആത്മീയ നിലവാരം അതാണ്. ദൈവം കാണുമ്പോൾ നമ്മൾ അവിടെ ഇരുത്തപ്പെട്ട ഒരു കൂട്ടം ജനമാണ് അവനോടുകൂടെ. ഇനി നമ്മൾ ആ കൊലോസ്യർ 3-ാം അധ്യായം എടുത്തു നോക്കിയാൽ നമുക്ക് ആ ഭാഗങ്ങളൊക്കെ ഇനിയുള്ള പഠനത്തെ നമ്മളെ വളരെ സഹായിക്കാൻ പോവുകയാണ്. കൊലോസ്യർ 3:1-3 വരെ വായിച്ചാൽ ഒന്നിലധികം പ്രാവശ്യം ആ കാര്യം എടുത്തു പറയുന്നുണ്ട്. കൊലോസ്യർ 3:1-3 വരെ കർത്താവ് ഇന്ന് ആരാണെന്ന് ലോകത്തിന് വെളിപ്പെട്ടിട്ടില്ലേ? നമ്മളും ആരാണെന്നുള്ളത് ലോകത്തിന് വെളിപ്പെട്ടിട്ടില്ലേ? അവൻ ഒരിക്കൽ തേജസ്സിൽ വെളിപ്പെടും, നമ്മളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. നിങ്ങൾ അതുവരെ അവനോടുകൂടെ സ്വർഗതലങ്ങളിൽ ഇരുത്തപ്പെട്ടവരാണ്. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ അവനോടുകൂടെ ഉയർത്തുന്നേറ്റിരിക്കുന്നു എങ്കിൽ നിങ്ങൾ ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. നിങ്ങൾ ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ അന്വേഷിപ്പീൻ.
നിങ്ങളുടെ ജീവൻ മറിഞ്ഞിരിക്കുകയാണ്. ഇവിടെ വാസ്തവത്തിൽ അതൊന്ന് ചിന്തിക്കണം. നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ഒരു കണ്ടീഷനിലാണ്. ഇനി നമുക്ക് അതിന്റെ മഹത്വം നമ്മൾ കാണാൻ പോവുകയാണ് ഈ ഉത്തമഗീതത്തിൽ നമ്മൾ പഠിച്ച ഭാഗത്ത് നിന്ന്. നോക്കാം, നമ്മളെ വിളിക്കുകയാണ്, ഒരു ഹെവൻലി എലിവേഷനിലേക്ക് വിളിക്കുകയാണ്, ഒരു സ്വർഗീയ ഉന്നത പ്രതലത്തിലേക്ക് ഉയരുവാൻ പ്രിയൻ വിളിക്കുകയാണ്. വാസ്തവത്തിൽ ലോകം എന്താ ചെയ്യുന്നതെന്നറിയാമോ? സാത്താൻ എന്താ ചെയ്യുന്നതെന്നറിയാമോ? ഈ സ്വർഗതലങ്ങളിൽ ഇരുത്തപ്പെട്ട ദൈവജനത്തെ ഭൂമിയുടെ പ്രതലത്തിൽ കൊണ്ടുവരാൻ അവർ ശ്രമിക്കുന്നത്. യെസ്, നമ്മൾ ആ ഭൂമിയുടെ പ്രതലത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മളും മറ്റുള്ളവരെ പോലെ ആയിട്ട് മാറും. നമ്മുടെ അംബീഷൻസ് മറ്റുള്ളവരെ പോലെ ആകും, നമ്മുടെ ജീവിത രീതി മറ്റുള്ളവരെ പോലെയാകും, നമ്മുടെ അഭിലാഷങ്ങൾ മറ്റുള്ളവരെ പോലെയാകും, നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യാസമില്ലാതാകും. ഈ ലോകവും സാത്താനും ശ്രമിക്കുന്നത് മുഴുവൻ നമ്മളെ ആ സ്വർഗതലത്തിൽ നിന്ന് ഭൂമിയുടെ പ്രതലത്തിൽ കൊണ്ടുവന്നാൽ നമ്മളും മറ്റൊരു ലോക മനുഷ്യനായി മാറും. കർത്താവ് ശ്രമിക്കുന്നത് നിങ്ങൾ ക്രിസ്തുവിനോടുകൂടി ഉയർത്തുന്നിട്ടിരിക്കുന്നെങ്കിൽ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. ഇവിടെ നമ്മൾ വായിക്കുന്നു, ഈ ശൂന്യതയെ വിളിക്കുകയാണ്, എന്നോടുകൂടെ നീ വരിക, ലബനോന്റെ ഉയരത്തിലേക്ക് വരിക, ആ സ്വർഗീയ പ്രതലത്തിന്റെ ഉയരത്തിലേക്ക് നീ കടന്നു വരിക. ഹെവൻലി എലിവേഷന് വേണ്ടി നമ്മളെ ആഹ്വാനം ചെയ്യുകയാണ്. ആഹ്വാനം ചെയ്യുമ്പോൾ എന്നിട്ട് പറഞ്ഞ പദം ശ്രദ്ധിക്കണം. കം വിത്ത് മീ ഫ്രം ലബനോൻ, മൈ സ്പൗസ് വിത്ത് മീ ഫ്രം ലബനോൻ, ലുക്ക് ഫ്രം ദ ടോപ്പ് ഓഫ് അമാന. നീ അമാന കൊടുമുടികളുടെ ഉയരത്തിൽ നിന്നൊന്ന് നോക്കിക്കാട്ടെ എന്ന് പറയുകയാണ്. ഇവിടെ ആദ്യം നമുക്ക് പഠിക്കാനായിട്ടുള്ളത്, അമാന എന്ന് പറയുന്ന സ്ഥലം നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു, യോർദാൻ അപ്പുറത്തുള്ള മനുഷ്യ ഗോത്രത്തിൽപ്പെട്ടതാണ്. യോർദാൻ അപ്പുറമുള്ള മനുഷ്യ ഗോത്രത്തിൽപ്പെട്ട സ്ഥലമാണെന്ന് യോശുവയുടെ പുസ്തകത്തിൽ നിന്ന് നമുക്ക് ഈ പ്രതലത്തെ കുറിച്ച് പഠിക്കാൻ സാധിക്കുന്നു. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഈ പർവ്വതത്തിന്റെ അനുഭവത്തിലേക്ക് വരണമെങ്കിൽ, ഈ സ്വർഗീയ മണ്ഡലത്തിന്റെ അനുഭവത്തിലേക്ക് വരണമെങ്കിൽ, ഈ അമാന കൊടുമുടികളിൽ നിന്ന് നോക്കണമെങ്കിൽ എന്ത് സംഭവിക്കണം? യോർദാൻ കടക്കണം. വചനം എത്ര കൃത്യമാണെന്നുള്ളത് ഓർത്തോണം. നമ്മൾ യോർദാൻ കടന്നെങ്കിലേ സാധിക്കുള്ളൂ. നമ്മൾ ഇനിയൊന്ന് ചിന്തിച്ചേ, യോർദാൻ കടക്കുക എന്ന് പറഞ്ഞാൽ എന്നാ? ഇസ്രായേൽ മക്കള് നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ ആദ്യം അവർ ചെങ്കടൽ കടന്നു, പിന്നെ അവർ യോർദാൻ കടന്നു. നമുക്കിനി ഒരു ലളിതമായിട്ടൊന്ന് ചിന്തിക്കാം. ചെങ്കടൽ കടന്നത് വാസ്തവത്തിൽ രക്ഷയുടെ അനുഭവമാണ്. കുഞ്ഞാടിന്റെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ടു, ശത്രുവിന്റെ സംഹാരം അവർ കണ്ടു. ഈ ചെങ്കടൽ കടന്നിട്ട് തപ്പും കിണറും എടുത്ത് അവർ പാടി. പക്ഷെങ്കിൽ പിന്നെന്ത് സംഭവിച്ചു? അവർ മരുഭൂമിയിലായിരുന്നു. 40 വർഷം മരുഭൂമി കൂടെ കടന്നു. എന്നാൽ കർത്താവരോട് വാക്ക് പറഞ്ഞ എന്നാ? പാറയിൽ നിന്നുള്ള തേന്, ഇല്ലേ? അവരോട് പറഞ്ഞു, പാറയിൽ നിന്നുള്ള തേന്, പാലും തേനും ഒഴുകുന്ന നാട്. അതാണ് വാക്ക് പറഞ്ഞത്. അവിടെ കൊണ്ടുവന്നാക്കാനാണ് അവരെ വിടുവിച്ചത്. അവരവിടെ ചെന്നെത്തിയില്ലേ? വീണ്ടും 40 വർഷം യോർദാന്റെ തീരത്ത് അവർ വന്നു നിൽക്കുകയാണ്. 40 വർഷം കഴിഞ്ഞപ്പോൾ യോർദാന്റെ തീരത്ത് വന്നു നിന്നപ്പോൾ അവിടെ നിന്ന് വീണ്ടും അവർക്ക് കിടക്കാം, കനാൻ നാട്ടിലേക്ക് പ്രവേശിക്കാം, അവർക്ക് തിരിച്ചു പോകാം. കനാൻ നാട്ടിൽ അവർ കയറണമെങ്കിൽ അവർക്ക് ഒരൊറ്റ വഴിയേ ഉള്ളൂ, അവർ യോർദാൻ കടക്കണം, യോർദാൻ കയറിയിറങ്ങണം. ഇതെന്തിനെയാ കാണിക്കുന്നത്? വാസ്തവത്തിൽ പറഞ്ഞാൽ സ്നാനത്തിന്റെ സിംബളാണ്. വെറുതെയുള്ള സ്നാനമല്ലേ. ആ സ്നാനത്തിൽ അന്തർലീനമായ സത്യമാണ് അത് പഠിപ്പിക്കുന്ന യോർദാൻ. വേണമെങ്കിൽ ലളിതമായിട്ടൊന്ന് നമുക്ക് നോക്കാം. യോശുവയുടെ പുസ്തകം 4-ാം അധ്യായത്തിലെ വാക്യമാണ് നോട്ട് ചെയ്തോ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു പോകാം. യോശുവയുടെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 3-ാം വാക്യവും 8-9 വാക്യവും നമ്മൾ എടുത്ത് പഠിച്ചാൽ, ദൈവം അവിടെ യോശുവയോട് ചെയ്യുവാനായിട്ട് ഒരു ചെറിയ കാര്യം ആവശ്യപ്പെട്ടു. നോക്കുക, യോശുവയോട് പറഞ്ഞ കാര്യം എന്താണ്? 4-ാം അധ്യായത്തിന്റെ, യോശുവയുടെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം, അവരോട് യോർദാന്റെ നടുവിൽ പുരോഹിതന്മാർ കാലുറച്ചുന്ന സ്ഥലത്തുനിന്ന് 12 കല്ലെടുത്ത് കരയ്ക്ക് കൊണ്ടുവന്ന് ഈ രാത്രി നിങ്ങൾ പാർക്കുന്ന സ്ഥലത്ത് വെപ്പീനെന്ന് കൽപ്പിച്ചു. വീണ്ടും അതിന്റെ 8-9 വാക്യം, യോശുവ കൽപ്പിച്ച പോലെ ഇസ്രായേൽ മക്കൾ ചെയ്തു. യഹോവ യോശുവയോട് കൽപ്പിച്ച പോലെ ഇസ്രായേൽ മക്കളുടെ ഗോത്രസംഖ്യയ്ക്ക് തക്കവണ്ണം 12 കല്ല് യോർദാന്റെ നടുവിൽ നിന്ന് എടുത്ത് തങ്ങൾ പാർത്ത സ്ഥലത്ത് കൊണ്ടുവന്ന് വെച്ചു. യോർദാന്റെ നടുവിലും നിയമപ്പെട്ടകം ചുവന്ന പുരോഹിതന്മാരുടെ കാലിൽ നിന്ന സ്ഥലത്ത് യോശുവ 12 കല്ല് നാട്ടി. അവ ഇന്നുവരെ അവിടെ ഉണ്ട്. നമുക്ക് ആ ഭാഗം ഒന്ന് ചെറുത് ചിന്തിച്ചു നോക്കാം. അവർ കനാന്റെ അതിരിൽ വന്ന് നിൽക്കുകയാണ്. യോർദാൻ കരകവിഞ്ഞൊഴുകുകയാണ്. പുരോഹിതന്മാർ പെട്ടകവുമായി വെള്ളത്തിനകത്തോട്ട് ഇറങ്ങി. പുരോഹിതന്മാർ ഇറങ്ങിയപ്പോൾ യോർദാൻ 2ആയിട്ട് കയറി. ആ പെട്ടകം നമ്മുടെ കർത്താവിനെ കാണിക്കുകയാണ്. ആ പെട്ടകം നമ്മുടെ കർത്താവാണ്. എന്നാൽ പിന്നെന്താ സംഭവിച്ചെന്നറിയാമോ? ഈ പുരോഹിതന്മാരുടെ കാലുകൾ അവിടെ ഉറച്ചു നിന്നു. ആ ജനം മുഴുവൻ കടന്നു തീരുന്നത് വരെ അവിടെ ഉറച്ചു നിന്നു. എന്നാൽ അവിടെ നമ്മൾ വായിക്കുന്നു, ഈ പുരോഹിതന്മാർ അവിടെ ഉറച്ചു നിന്നിട്ട് ദൈവം അവരോട് ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞു. എന്താ പറഞ്ഞെന്നറിയാമോ? ഈ യോർദാന്റെ അടിയിൽ കിടന്ന 12 കല്ലെടുക്കണം. എടുത്തിട്ട് നിങ്ങൾ പാർക്കുന്ന യോർദാന്റെ പ്രദേശത്ത് കൊണ്ടുവന്ന് നാട്ടണം. അവരുടെ 12 ഗോത്രത്തിന് തക്കവണ്ണം 12 കല്ല് യോർദാന്റെ നടുവിൽ നിന്ന് എടുത്ത് അവർ പാർക്കുന്ന ഇടത്തിൽ കൊണ്ടുവന്ന് നാട്ടി. വേറൊരു കാര്യം ചെയ്തു. അവർ നേരത്തെ നിന്ന സ്ഥലം
യോർദാന്റെ ഇങ്ങേവശത്ത് നിന്ന് 12 കല്ലെടുത്തു. അതെടുത്തിട്ട് യോർദാന്റെ നടുക്ക് കൊണ്ടുവന്ന് നാട്ടി. ഒന്ന് ചിന്തിച്ചേ, കഴിഞ്ഞ 40 വർഷം നടന്ന മരുഭൂമിയെ പ്രതിനിധീകരിക്കുന്ന 12 കല്ലെടുത്തു. ഈ 12 കല്ലെടുത്ത് യോർദാന്റെ നടുവിൽ കൊണ്ടുവന്ന് നാട്ടി. യോർദാന്റെ നടുവിൽ കിടന്ന 12 കല്ലെടുത്തു അവർ പാർക്കുന്ന പുതിയ സ്ഥലത്ത് കൊണ്ടുവന്ന് നാട്ടി. എന്താ ഇത് കാണിക്കുന്നേ? അവരുടെ പഴയ ജീവിതം, പരാജയങ്ങൾ, അവരുടെ തോൽവികൾ, അനുസരണക്കേട് മുഴുവൻ എന്ത് ചെയ്തു? യോർദാന്റെ നടുവിൽ കുഴിച്ചിടുകയാണ്. യോർദാന്റെ നടുവിൽ അത് കുഴിച്ചിട്ടിട്ട് പുതിയ 12 കല്ലുകൾ കനാന്റെ പ്രദേശത്ത് കൊണ്ടുവന്ന് നാട്ടി. അവർ പാർക്കുന്ന പ്രതലത്തിൽ നാട്ടി. ഇതല്ലേ നമ്മള് റോമർ 6:4 6 വായിക്കുന്നത്? അല്ലേ? ഇത് തന്നെയാണ്. കർത്താവായ യേശുക്രിസ്തുവിനോട് കൂടെ നമ്മൾ മരിച്ചു. ആ പഴയ ജീവിതം മരിച്ചു. അതിന്റെ പ്രതീകമാണ് അവർ നിന്ന പ്രദേശത്ത് നിന്ന് 12 കല്ലുകൾ എടുക്കുന്നത്. അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. യോർദാന്റെ നദി അതിന്റെ മുകളിൽ കൂടെ ഒഴുകിപ്പോയി. ആ കല്ലുകൾ അതിന്റെ അടിയിലായിപ്പോയി. എന്നാൽ അന്ന് ഒരു വെളിച്ചം കാണാത്ത 12 കല്ലുകൾ അവർ പാർക്കുന്ന സ്ഥലത്ത് കൊണ്ടുവന്ന് നാട്ടി. അവനോടുകൂടെ മരിച്ചു, അടക്കപ്പെട്ടു. അവനോടുകൂടെ പുനരുദ്ധാനം പ്രാപിച്ചു. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ആ റോമലേഖനം 6 പൗലോസ് പറഞ്ഞു, നാം അവന്റെ മരണത്തോടെ ഏകീഭവിച്ചു എങ്കിൽ പുനരുദ്ധാനത്തിന്റെ സാദൃശ്യത്തോടെ ഏകീഭവിക്കും. ഇനി നമ്മൾ ഇവിടെ ഒന്ന് നോക്കിയാട്ടെ. ലെബനോന്റെ ഉയരത്തിലേക്ക് പ്രിയൻ വിളിക്കുമ്പോൾ അമാന കൊടുമുടികളിൽ നിന്ന് താഴോട്ട് നോക്കണമെങ്കിൽ അവൾക്ക് ആദ്യം സംഭവിക്കണം, അവനോടുകൂടെ മരിച്ചു, അടക്കപ്പെട്ടു, പുനരുദ്ധാനം പ്രാപിച്ചു എന്നുള്ള യാഥാർത്ഥ്യം അവളുടെ ജീവിതത്തിൽ യാഥാർത്ഥമാകണം. എന്ന് പറഞ്ഞാൽ അവളുടെ പഴയ മനുഷ്യൻ കുഴിച്ചിടപ്പെട്ടു. ആത്മീകമായി അവൾ ഉയരുകയാണ്. നമ്മൾ വീണ്ടും പഠിച്ചു നോക്കിയാൽ 2 ക്രൂശീകരണം കാണാം. എന്റെ കർത്താവ് എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു, അതെന്റെ നീതീകരണത്തിനാണ്. ഞാൻ കർത്താവിനോടുകൂടെ മരിച്ചു, അതെന്റെ ശുദ്ധീകരണത്തിന്റെ ആരംഭമാണ്. നോക്കുക, 2 മരണം. കർത്താവിന്റെ പാപത്തിനു വേണ്ടി മരിച്ചു, ഞാനത് വിശ്വസിക്കുന്നു, അതെന്റെ നീതീകരണത്തിനു വേണ്ടിയും. എന്നാൽ പൗലോസ് പറയുന്നു, ഞാൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, അല്ലേ? അത് നമ്മുടെ സാങ്ക്ടിഫിക്കേഷനാണ്. ഒരിക്കൽ ചെങ്കടൽ കടന്നു, അത് രക്ഷ കാണിക്കുന്നു. യോർദാൻ നദി കിടക്കുന്നു, അത് എന്റെ മരണത്തെ കാണിക്കുന്നു. എന്റെ മരണത്തെ കാണിക്കുന്നു. ഞാൻ മരിച്ചു, അടക്കപ്പെട്ടു. വാസ്തവത്തിൽ ആ ഒരു അനുഭവത്തിലേക്ക് വരണം. അമാന എന്ന വാക്കിന്റെ അർത്ഥം കൺഫർമേഷൻ ഓർ ട്രൂത്ത് എന്നാണ്. കൺഫർമേഷൻ ഓർ ട്രൂത്ത്, അല്ലെങ്കിൽ ആ വാക്കിൽ നിന്നാണ് ആമീൻ എന്ന വാക്ക് വന്നിരിക്കുന്നത്. ആമീൻ. ഇവിടെ ആ പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് നോക്കാനായിട്ട് ആവശ്യപ്പെടുകയാണ്. അവനോടൊത്ത് കൺഫേം ചെയ്ത ഒരു അനുഭവം. ആമീൻ. ഡിവൈൻ ട്രൂത്തിന്, സത്യം ഏകീഭവിക്കുന്ന ഒരനുഭവം. 2 ഷമീർ കൊടുമുടി. ഷമീർ എന്ന വാക്കിന്റെ അർത്ഥം എ ഫ്ലെക്സിബിൾ ആർബർ എന്നാണ്. സർവായുധവർഗത്തിന്റെ ഒരു പ്രതീകമാണ്. എന്താണ് ഈ പറയുന്നത്? സ്വർഗീയ തലത്തിലേക്ക് നമ്മൾ ഉയർന്നാൽ ഉടനെ ആത്മീക പോരാട്ടം ആരംഭിക്കുകയാണ്. നമ്മൾ എഫേസ്യ ലേഖനത്തിൽ വായിക്കുന്നു, 2-3 അധ്യായങ്ങളിൽ സ്വർഗീയ തലത്തിൽ ഇരുത്തപ്പെട്ട വിശുദ്ധന്മാരെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ അടുത്തതായിട്ട് പറയുന്നു, ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചു കൊള്ളുക. ആത്മീകമായി നാം ഉയരുന്തോറും എന്ത് സംഭവിക്കും? ആത്മീക പോരാട്ടം ആരംഭിക്കുകയാണ്. ഇവിടെ നോക്കുക, ഉന്നതങ്ങളിലേക്ക് വിളിക്കുകയാണ്. ഉന്നതം എവിടെയുള്ള പ്രതലമാണ്? എഫേസ്യർ 6:12 എന്താ വായിക്കുന്നത്? സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനകൾ. സ്വർലോകങ്ങളെ നമ്മളെ അവിടോട്ട് ഉയർത്തുമ്പോൾ എന്താ സംഭവിക്കുന്നത്? വലിയ ആത്മീക പോരാട്ടത്തിന്റെ ഒരു പ്രതലം നമ്മൾ മനസ്സിലാക്കാൻ പോവുകയാണ്. അവിടെ ഈ ഷമീർ കൊടുമുടി വാസ്തവത്തിൽ ദൈവത്തിന്റെ സർവായുധവർഗം ധരിക്കുന്ന ഒരു വലിയ അടയാളമായിട്ട് അവിടെ നിൽക്കുമ്പോൾ, 3ാമത് പറഞ്ഞു ഹെർമോൻ കൊടുമുടികൾ. ഹെർമോൻ എന്ന വാക്കിന്റെ അർത്ഥം അത് കർത്താവിന്റെ വിജയത്തെ കാണിക്കുന്ന, ലോർഡ്സ് ട്രയംഫ്, യേശുക്രിസ്തുവിന്റെ വിജയം എന്ന് പറഞ്ഞാൽ, ഡിസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ശത്രുവിനെ പരാജയപ്പെടുത്തിയ അനുഭവം. ഈ 3 മലകളും ഏതൊക്കെ? നമ്മളിപ്പോൾ ചിന്തിച്ച 3 മലകള്. 1 അമാന. അമാന എന്ന വാക്കിന്റെ അർത്ഥം ആമീൻ അല്ലെങ്കിൽ കൺഫർമേഷൻ. ഷമീർ എന്ന വാക്കിന്റെ അർത്ഥം ഫ്ലെക്സിബിൾ ആർമർ അല്ലെങ്കിൽ സർവായുധവർഗത്തിന്റെ പ്രതീകമാണ്. 3 ഹെർമോൻ എന്ന് പറയുമ്പോൾ പിശാചിന്റെ പ്രവൃത്തികളെ കർത്താവ് തകർത്തതിന്റെ ചിത്രമാണ് ഹെർമോൻ. നോക്കുക, ഉയരത്തിലേക്ക് നമ്മൾ കയറുമ്പോൾ നമ്മൾ നോക്കണം. എന്നിട്ട് എടുത്തു പറഞ്ഞ് ശ്രദ്ധിച്ചാട്ടെ, അവിടെ എവിടെയാണ്? ഹെർമോൻ കൊടുമുടികൾ, സിംഹങ്ങളുടെ ഗുഹകളും പുള്ളിപ്പലികളുടെ പർവ്വതങ്ങളും. ആ വാക്ക് ശ്രദ്ധിച്ചാട്ടെ. ലുക്ക് ഫ്രം ദ ടോപ്പ് ഓഫ് അമോൻ, ഫ്രം ദ ടോപ്പ് ഓഫ് ഷമീർ ആൻഡ് ഹെർമോൺ, ഫ്രം ദ ലയൺസ് ഡെൻസ്, ഫ്രം ദ മൗണ്ടൻ ഓഫ് ദ ലെപ്പേർഡ്സ്. ഇവിടെ നമ്മൾ വായിച്ചാൽ ആ സിംഹത്തിന്റെ ഗുഹയൊക്കെ വിട്ടുപോരാനായിട്ടാണ് മലയാളത്തിൽ. അങ്ങനെയല്ലേ?
Look from the top of Aman, from the top of Shamir, from Hermon, from the lion's den, from the mountains of the leopards. അവിടം എവിടമാണ്? സിംഹങ്ങളുടെയും പുള്ളിപ്പുലികളുടെയും പ്രതലമാണ്. ആ സ്വർഗീയ മണ്ഡലം സ്വർലോക ദുഷ്ടാത്മസേനകളുടെ വിഹിരസ്ഥലമാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ യേശുക്രിസ്തുവിനോട് ഏകീഭവിച്ചൊരു വിശുദ്ധനെ സാധിക്കുള്ളൂ. ഉന്നതമായ ഉയരത്തിലേക്ക് കരേറിയ ഒരുത്തനെ സാധിക്കുള്ളൂ. ഇവിടെ നമ്മൾ വായിക്കുന്നു സിംഹങ്ങളുടെ ഗുഹകൾ. സിംഹം ആരാണ്? അലറുന്ന സിംഹം സാത്താനാണ്. പുള്ളിപ്പുലികള് 1 പത്രോസ് 5:8 അലറുന്ന സിംഹം പോലെ. പിന്നീട് പുള്ളിപ്പുലിയെ കുറിച്ച് ഹോശേയ 13:7 ഹോശേയ 13:7 വഴിയരികെ പുള്ളിപ്പുലിയെ പോലെ ഞാൻ അവയ്ക്കായി പതിയിരിക്കും എന്ന് പറഞ്ഞാൽ ശത്രുവിന്റെ കൊന്നൊടുക്കുവാനുള്ള ആഗ്രഹത്തെ അത് കാണിക്കുന്നു. ഇവിടെ ഒന്ന് ചിന്തിച്ചാട്ടെ, ഈ 8ാം വാക്യം മലയാളത്തിൽ വായിച്ചാൽ നമുക്കതിന്റെ ആശയം പിടികിട്ടുന്നില്ലേ? ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്നോടുകൂടെ ലെബനോന്റെ ഉയരത്തിൽ വന്ന് നീ അമാന കൊടുമുടികള്, ഹെർമോൻ കൊടുമുടി, ഷെമീർ കൊടുമുടികളിൽ നിന്ന് ഈ സിംഹങ്ങളുടെ പുള്ളിപ്പുലികളുടെ ഈ ഗുഹാമുഖമുള്ളത് നീ ഉയരത്തിൽ നിന്നൊന്ന് നോക്കുക, കാണുക എന്ന് പറയുകയാണ്. വലിയൊരു ആത്മീയ പോരാട്ടം ഈ ലോകത്തിൽ നടക്കുകയാണ്. വലിയ ആത്മീയ പോരാട്ടം നമ്മുടെ നഗ്നനേത്രങ്ങളോട് കാണുവാൻ കഴിയുന്നില്ലേ? വലിയ ആത്മീയ പോരാട്ടം. വാസ്തവത്തിൽ ഈ ലോകത്തിൽ വലിയ യുദ്ധം നടക്കുകയാണ്. ഒരു ആത്മീയ പോരാട്ടം നടക്കുകയാണ്. ഇത് ലോകത്തിലുള്ള മനുഷ്യന് മനസ്സിലാക്കാൻ സാധ്യമല്ല. ഒരു സാധാരണ വിശ്വാസിയും മനസ്സിലാക്കുന്നില്ല. യേശുക്രിസ്തുവിനോട് ഏകീഭവിച്ചിട്ടുള്ള ദൈവമക്കൾക്കറിയാം ഒരു വലിയ ആത്മീയ പോരാട്ടം. ഉദാഹരണമായിട്ട് സഭയിൽ ഒരു പ്രശ്നമുണ്ടായി, വഴക്കുണ്ടായി, ഭിന്നതയുണ്ടായി. സാമാന്യ വിശ്വാസി ചിന്തിക്കും അവൻ എന്നോടുള്ള പ്രശ്നം എനിക്ക് അവനോടുള്ള പ്രശ്നമാണ്. എന്നാൽ ഒരു ആത്മീക ഉന്നത നിലവാരത്തിലേക്ക് ഉയർന്നവനറിയാം ഇത് ജഡരക്തങ്ങളുള്ള പോരാട്ടമല്ലേ, ഇത് വാഴ്ചകളോടുള്ള പോരാട്ടമാണ്, പൈശാചികന്റെ തന്ത്രമാണ്, ഇത് പിശാച് കൊണ്ടുവന്ന ഒരു വലിയ തന്ത്രമാണെന്ന് വാസ്തവത്തിൽ മനസ്സിലാക്കുവാൻ കഴിയുന്നത് താവിനോടുകൂടെ ഉയരത്തിലേക്ക് ഉയർന്ന ഒരു വിശ്വാസിക്ക് മാത്രമേ കഴിയുള്ളൂ. ഈ പോരാട്ടം കാണുവാൻ നമ്മുടെ കണ്ണുകൾ തുറക്കേണ്ടത് ആവശ്യമാണ്. അതിന് നമ്മൾ കർത്താവിനോടുകൂടെ അവൻ വിളിച്ച ഉന്നത നിലവാരത്തിലേക്ക് ഉയരേണ്ടതും ആവശ്യമാണ്. അതാണ് 8ാം വാക്യം നമ്മളെ പഠിപ്പിക്കുന്ന ഭാഗം. ഇനി നമുക്ക് താഴോട്ട് പോകാം. 9ാം വാക്യം നമ്മൾ അല്പമൊന്ന് ചിന്തിച്ചു. എന്റെ സഹോദരി, എന്റെ കാന്തേ, നീ എന്റെ ഹൃദയത്തെ അപഹരിച്ചിരിക്കുന്നു. ഒരു നോട്ടം കൊണ്ടും കഴുത്തിലെ മാല കൊണ്ടും നീ എന്റെ ഹൃദയത്തെ അപഹരിച്ചിരിക്കുന്നു. വളരെ ചിന്തനീയമായ ഒരു ഭാഗം. മൈ സിസ്റ്റർ, മൈ സ്പൗസ്, എന്റെ സഹോദരി, എന്റെ കാന്തേ. എന്തിനാ ഇതിങ്ങനെ വിളിക്കുന്നത്? സഹോദരി എന്ന് പറയുമ്പോൾ അതേ രക്തത്തിൽ നിന്ന് ഉത്ഭവിച്ചവളാണ്. അതങ്ങനെയല്ലേ? യെസ്. എബ്രായർ 2:11 എന്താ വായിക്കുന്നത്? വിശുദ്ധീകരിക്കുന്നവർക്കും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും ഒരുവനല്ലോ പിതാവ്, അത് ഹേതുവായി അവനവരെ സഹോദരന്മാരെന്ന് വിളിപ്പാൻ മടി കാണിച്ചില്ലേ? കേട്ടോ, എബ്രായർ 2:11 സഹോദരന്മാരെന്ന് വിളിപ്പാൻ മടി കാണിച്ചില്ലേ? ഇവിടെ നോക്കുക, ഒരേ പിതാവിൽ നിന്നുള്ളൊരു ജന്മത്തെ അത് കാണിക്കുകയാണ്. എന്റെ സഹോദരി എന്ന് വിളിക്കുമ്പോൾ വലിയ ആശയമാണ്. വചനത്തിൽ ഒരുപാട് നിഴലുകൾ നമുക്ക് കാണാൻ സാധിക്കും. അബ്രഹാമിന്റെ ഭാര്യയായിരുന്നു സാറ. എന്നാൽ അവളൊരു സഹോദരി കൂടെയാണ്. അബ്രഹാം എന്റെ സഹോദരിയാണെന്ന് പറയുമ്പോൾ ഇറ്റ് വാസ് എ ഹാഫ് ട്രൂത്ത്. ആ രക്തബന്ധമുണ്ട് ഇല്ലേ? അബ്രഹാം മാത്രമല്ലേ, നമുക്ക് താഴോട്ട് വായിച്ചാൽ ഇസഹാക്ക് ആരെയാണ് കല്യാണം കഴിച്ചത്? അവന് ബന്ധമുള്ളവളോടാണ്. യാക്കോബ് വിവാഹം കഴിച്ചതോ അവന്റെ അമ്മയുടെ കുടുംബത്തിൽ നിന്നാണ്. ഇവിടെ എല്ലാം ഒരു കാര്യം പഠിപ്പിക്കുന്നു. എന്നാൽ തിരിച്ചുകൂടെ ചിന്തിക്കണം. ഏശാവ് വിവാഹം കഴിക്കുമ്പോൾ അവൻ വിവാഹം കഴിച്ചത് ഒരു വേറെ ജാതിയിൽ നിന്നാണ് അവനെടുത്ത് വിവാഹം കഴിക്കുന്നത്. നമുക്ക് ആ ദൈവജനത്തിന്റെ ആ പിതാക്കന്മാരെ കുറിച്ച്, അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബിനെ കുറിച്ച് പറയുമ്പോൾ ഒരു സഹോദരി എന്ന് ആ ഭാര്യയെ വിളിക്കുന്നതിൽ തെറ്റില്ലെന്ന് കാണാൻ കഴിയുന്നു. നമ്മുടെ കർത്താവ് ഇവിടെ നമ്മളെ വിളിക്കുന്നു എന്റെ സഹോദരി, എന്റെ കാന്തേ. ഒരു പിതാവിൽ നിന്ന് നമ്മൾ ജനിച്ചവരാണ്, ഒരു ബന്ധമുള്ളവരാണ് ഇല്ലേ? നമുക്കൊരു ശാരീരിക ബന്ധം അവിടെ ഉത്ഭവിച്ചിരിക്കുന്നു ഒരു പിതാവിൽ നിന്ന്. അതേസമയം അവനോടുള്ള ബന്ധത്തിന്റെ അഭേദ്യമായ ബന്ധം കാന്ത എന്നുള്ള പദത്തിൽ വന്നിരിക്കുന്നു. ഇവിടെ ഈ 2 പദത്തിൽ ചിന്തിപ്പാനായിട്ടുള്ളത് സഹോദരി എന്ന് വിളിക്കുമ്പോൾ ആ ബന്ധം മാത്രമല്ല, പ്യൂരിറ്റി ഓഫ് ദറ്റ് റിലേഷൻഷിപ്പ്, ആ ബന്ധത്തിന്റെ നൈർമല്യത, സ്നേഹം, ആ വിശുദ്ധി. കാന്ത എന്ന് വിളിക്കുമ്പോൾ ആ ബന്ധത്തിന്റെ ഇന്റിമസി അല്ലെങ്കിൽ അതിന്റെ അഭേദ്യമായ ബന്ധം. എന്നാൽ അവിടെ പ്രിയൻ എടുത്തു പറഞ്ഞു, ഒരു നോട്ടം കൊണ്ടും കഴുത്തിലെ മാല കൊണ്ടും നീ എന്റെ ഹൃദയത്തെ അപഹരിച്ചു. Thou hast ravished my heart with one look of thine eyes. നിന്റെ കണ്ണിന്റെ ഒരു നോട്ടം കൊണ്ട് എന്റെ ഹൃദയത്തെ നീ അപഹരിച്ചു കളഞ്ഞു.
നമ്മുടെ കർത്താവിനെ വാസ്തവത്തിൽ ഹൃദയം നമ്മൾ അപഹരിച്ചത് ഈ നോട്ടം കൊണ്ടാണ്. ഈ കണ്ണുകൾ ഒത്തിരി വർത്തമാനം പറയും. പത്രോസ് കർത്താവിനെ തള്ളിപ്പറഞ്ഞു പോയി. അവൻ തിരിഞ്ഞൊന്ന് നോക്കിയതേയുള്ളൂ, പത്രോസ് പൊട്ടിക്കരയാനിടയായി. ആ കണ്ണുകള് വാസ്തവത്തിൽ കർത്താവ് ഒത്തിരി വാക്ക് പറയുന്നതിനെക്കാട്ടി വലുതായിരുന്നു ആ കണ്ണുകൊണ്ട് പത്രോസിനെ നോക്കിയ ഒരു നോട്ടം. അതുപോലെ തന്നെയാണ് വാസ്തവത്തിൽ പഴയ നിയമത്തിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ പാമ്പ് കടിയേറ്റ് മരിച്ചുകൊണ്ടിരിക്കുന്ന ജനത്തിന് മധ്യത്തിൽ പിത്തള സർപ്പത്തെ ഉയർത്തിയിട്ട് സംഖ്യാപുസ്തകം 21:9 നമ്മളോട് വായിക്കുന്നു. എന്താണ്? ഈ പിത്തള സർപ്പത്തെ നോക്കുന്നവരൊക്കെ രക്ഷ പ്രാപിക്കും. യോഹന്നാൻ സുവിശേഷത്തിൽ എടുത്തു പറഞ്ഞു, യോഹന്നാൻ 3:14 മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയ പോലെ മനുഷ്യപുത്രനെ ഉയർത്തേണ്ടതാണ്. പിത്തള സർപ്പത്തെ ഉയർത്തി. എന്റെ മനസ്സ് അങ്ങോട്ടങ്ങ് പോവുകയാണ്. കാരണം അതിന്റെ ബ്യൂട്ടി കൊണ്ടാണ്. ഞാൻ 1-2 വാക്ക് പറഞ്ഞു പോട്ടെ, പറയാൻ ഉദ്ദേശിച്ചതല്ലേ. മരുഭൂമിയിൽ പിത്തള സർപ്പത്തെ ഉയർത്തി. ആ പിത്തള സർപ്പം വാസ്തവത്തിൽ സാത്താന്റെ പ്രതീകം, അല്ലെ പാപത്തിന്റെ പ്രതീകമാ പിത്തള സർപ്പം. ഉയർത്തപ്പെട്ട പിത്തള സർപ്പം. എന്തിനാ ദൈവം അതിനെ നോക്കാൻ പറഞ്ഞത്? നമ്മുടെ കർത്താവ് പാപമാക്കപ്പെട്ടു. ഈ പിത്തള സർപ്പത്തെ ഉയർത്തി. താഴെ പാമ്പിന്റെ കടിയേറ്റിരിക്കുക, പക്ഷെ ആ പിത്തള സർപ്പത്തിൽ വിഷമില്ലേ? ഉയർത്തപ്പെട്ട പിത്തള സർപ്പത്തില് വിഷമില്ലേ? നമ്മുടെ കർത്താവ് വാസ്തവത്തിൽ അവൻ പാപമാക്കപ്പെട്ടു, കാൽവരി ക്രൂശിൽ ഉയർത്തപ്പെട്ടു. പക്ഷെങ്കിൽ ആ പിത്തള സർപ്പത്തിൽ വിഷമില്ലാത്തതുപോലെ കർത്താവിൽ പാപമില്ലേ? പക്ഷെ അവനെ ആ പിത്തള സർപ്പം പോലെ ആക്കി തീർത്തു. അവനെ പാപമാക്കി. എന്തൊരാശയമാണെന്ന് നോക്കിയേ. ആ പിത്തള സർപ്പമായി മാറുവാൻ അതിനെ തീയിലിട്ട് അടിച്ച് വളച്ച് ഒരു സർപ്പം പോലെ ആക്കി തീർത്ത പോലെ കർത്താവ് നമുക്ക് വേണ്ടി അനേക അടികളേറ്റ് കഷ്ടങ്ങൾ സഹിച്ച് നമ്മുടെ രക്ഷ സാധിപ്പിച്ചു തരുവാൻ ആ കൊടിമരത്തിൽ ഉയർത്തപ്പെട്ട ഒരു പിത്തള സർപ്പമാണ്. എത്രയോ പാമ്പിന്റെ വിഷം ശരീരത്തിൽ കൂടെ വ്യാപരിച്ച് മനുഷ്യൻ മരിച്ചു വീഴുമ്പോൾ ആ പാളയത്തിൽ വിളിച്ചു പറഞ്ഞു, ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് രക്ഷപ്പെടും. ഞാൻ ഇങ്ങനെയും പറയാറുണ്ട്, ആരെങ്കിലും ഫിലോസഫിക്കൽ ആർഗ്യുമെന്റ് കൊണ്ടിരുന്നെന്ന് വിചാരിക്കട്ടെ, ശരീരത്തിൽ വിഷമുള്ളപ്പോൾ ഒന്ന് നോക്കിയാൽ സുഖം വരുമെന്ന് പറഞ്ഞാൽ ഈ ഫിലോസഫിക്കൽ ആർഗ്യുമെന്റ് ഇരുന്നവൻ എന്ത് ചെയ്തു? അവൻ ചത്തുപോയി. നോക്കിയവനൊക്കെ രക്ഷപ്പെട്ടു. കാൽവരി ക്രൂശിലോട്ട് ഒന്ന് നോക്കിയാൽ മതി രക്ഷ പ്രാപിക്കുമെന്ന് പ്രസംഗിക്കുമ്പോൾ സാധാരണക്കാരൻ പറയും, ഒരു പക്ഷെങ്കിൽ അങ്ങനെ നോക്കിയാൽ എങ്ങനെയാ പാപം മോചിച്ചു കിട്ടുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാ രക്ഷ കിട്ടുന്നത്? ആ പിച്ചള സർപ്പത്തെ നോക്കിയോ രക്ഷപ്പെട്ട പോലെ തന്നെ ഇന്നും അവനെ നോക്കുന്നവർ രക്ഷ പ്രാപിക്കുന്നു. അത് നമ്മുടെ വിശ്വാസം അർപ്പിക്കുന്നതാണ്. സങ്കീർത്തനം 123:1-2 വാക്യം. 123:1-2 വാക്യം. എന്റെ കണ്ണ് നിങ്ങളേക്ക് ഉയർത്തിയിരിക്കുകയാണ്. ആ കൃപ തരുവോളം അവന്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുകയാണ്. ഒരു യജമാന്റെ കണ്ണിലേക്ക് ഒരു ദാസൻ ആ കാലത്ത് ഒരു അടിമ നോക്കിയിരിക്കുന്ന പോലെ യജമാനൻ കൃപ കാണിപ്പാൻ ആ യജമാനന്റെ മുഖത്തേക്ക് ദാസൻ അടിമ നോക്കിയിരിക്കുന്ന പോലെ കർത്താവ് കൃപ കാണിപ്പാൻ അവന്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുകയാണ്. അവന്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുകയാണ്. നമ്മളോട് കൃപ കാണിപ്പാൻ, ദയ കാണിപ്പാൻ ആ വലിയവനായ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുകയാണ്. എന്നാലൊന്ന് പറയണം, അയ്യോ തിരുമനസ് നമ്മൾ വായിച്ചത്, നിന്റെ ആ നോട്ടം എന്റെ ഹൃദയത്തെ അപഹരിച്ചു കളഞ്ഞു. മാനുഷികമായി നമ്മളുടെ മുഖത്തേക്കും ഒരു കരുണയ്ക്ക് വേണ്ടി, ഒരു സഹായത്തിന് വേണ്ടി ഒരു മനുഷ്യൻ സൂക്ഷിച്ചു നോക്കിയാൽ, ഒരു ഭിക്ഷ ചോദിക്കുന്നത് തന്നെ നമ്മളോട് സൂക്ഷിച്ച് നമ്മുടെ കണ്ണിലേക്ക് നോക്കിയാൽ നമുക്ക് വാസ്തവത്തിൽ അവനെ കടന്നുപോകാൻ ബുദ്ധിമുട്ടാണ്. ഇനി കടന്നുപോയാൽ തന്നെ നമുക്ക് മനസ്സിനൊരു വിഷമമുണ്ടാകും, അല്ലേ? ആ സ്വർഗത്തിലേക്ക് ആ കരുണയ്ക്ക് വേണ്ടി നമ്മൾ നോക്കിയിരിക്കുമ്പോൾ മനസ്സലിയുന്ന ഒരു കർത്താവാണ്. ആ നോട്ടം അവന്റെ ഹൃദയത്തെ വാസ്തവത്തിൽ അപഹരിച്ചു. 121 സങ്കീർത്തനത്തിന്റെ 1 വാക്യത്തിലുമുണ്ട്, ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, അവങ്കിലേക്ക് നോക്കിയവരെ പ്രകാശിതരായി. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. എവിടോട്ടാണ് നമ്മൾ നോക്കുന്നത്? ഉയരത്തിലേക്കാണ് നോക്കുന്നത്. ഇവിടെ ആ പ്രിയൻ പറയാണ്, നിന്റെ നോട്ടം എന്റെ ഹൃദയത്തെ അപഹരിച്ചു. ആ നോട്ടം എന്തിനു വേണ്ടിയായിരുന്നു? കരുണയ്ക്ക് വേണ്ടി, കൃപയ്ക്ക് വേണ്ടി, ദയയ്ക്ക് വേണ്ടി. യജമാന്റെ മുഖത്തേക്ക് ഒരു ദാസൻ നോക്കിയിരിക്കുന്ന പോലെ കരുണയ്ക്ക് വേണ്ടിയുള്ള നോട്ടമാണ്. രണ്ടാമതെടുത്ത് പറഞ്ഞു, ഇത് വാസ്തവത്തിൽ ഞാൻ എന്റെ ബൈബിളിൽ ഇങ്ങനെ അണ്ടർലൈൻ ഞാൻ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. നോട്ടമെന്നുള്ളത് സേവിയർ എന്നും കഴുത്തിലെ മാല എന്നുള്ളത് ലോർഡ് എന്ന് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. സേവിയർ ആൻഡ് ലോർഡ്, രക്ഷകനും കർത്താവും. നോട്ടമെന്നുള്ളത് വിശ്വാസവും അല്ലെങ്കിൽ സേവിയർ, ആ കഴുത്തിലെ മാല എന്നുള്ളത് ലോർഡ് അല്ലെങ്കിൽ കർത്താവ് എന്ന. കാരണം എന്നാ, കഴുത്തിലെ മാല എന്തിനെ കാണിക്കുന്നു? കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചു. സദൃശവാക്യം 1:8-9 വാക്യം, മകനെ നിന്റെ അപ്പന്റെ പ്രബോധനം കേൾക്ക, അമ്മയുടെ ഉപദേശം ഉപേക്ഷിക്കുകയും അരുത്. അവ നിന്റെ ശിരസിന് അലങ്കാരമാലയും നിന്റെ കഴുത്തിൽ സരപ്പളിയുമായിരിക്കുക. For there shall be an ornament of grace into thy head and a chain about thy neck. അത് നിന്റെ കഴുത്തിന് ഒരു മാലയായിരിക്കണം. അപ്പന്റെ ഉപദേശത്തിന്റെ അനുസരണം. വീണ്ടും സദൃശവാക്യം 6:20-21 വാക്യം, നിന്റെ കഴുത്തിൽ അത് കെട്ടിക്കൊള്ളുക.
ഒബീഡിയൻസിനെയാണ് കാണിക്കുന്നത്, അനുസരണം. കർത്താവിന്റെ ലോർഡ്ഷിപ്പിനെയാണ് കാണിക്കുന്നത്. സദൃശവാക്യം 6:20-21, സദൃശവാക്യം 1:8-9. ഒബീഡിയൻസ് അല്ലെങ്കിൽ കർത്താവിന്റെ ലോർഡ്ഷിപ്പ് അത് വലിയ സൗന്ദര്യമാണ്. നമ്മൾ തിരുവചനത്തിൽ ഉൽപ്പത്തി 41:42 നമുക്കറിയാം, യോസേഫ് വലിയ സുന്ദരനായിരുന്നു, കോമളരൂപിയായിരുന്നു. 41:42 ഫറവോൻ തന്റെ കയ്യിൽ നിന്ന് മുദ്ര ഊരി യോസേഫിന്റെ കൈ കെട്ടു, അവനെ നേർമയുള്ള വസ്ത്രം ധരിപ്പിച്ചു, ഒരു സ്വർണ്ണ സരപ്പളിയും അവന്റെ കഴുത്തിലിട്ടു. കുണ്ടറയിൽ നിന്ന് അവനെ രാജാവ് ഉയർത്തിയപ്പോൾ അവന്റെ കഴുത്തിൽ ഒരു സരപ്പളി, ഒരു ചെയിൻ ഇട്ടതായിട്ട് വായിക്കുന്നു. അവന്റെ സൗന്ദര്യം അവിടെ വർദ്ധിപ്പിക്കുകയാണ്. 1 ശമൂവേൽ 15:22-23 വാക്യം. 1 ശമൂവേൽ 15:22-23 നമുക്കറിയാം, ഇതാ അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. നമ്മൾ യാഗങ്ങൾ പഠിച്ചപ്പോൾ ഓർത്തല്ലോ, 1 ശമൂവേൽ 15:22-23 നമ്മൾ യാഗങ്ങൾ പഠിച്ചപ്പോൾ ഓർത്തു, മേധസ് എന്ന് പറയുന്നത് എന്തിനെ കാണിക്കുന്നു? ദ റിച്ചസ്റ്റ് പാർട്ട് വിച്ച് വി ആർ ഗിവിംഗ് ഓൺ ദ ഓൾട്ടർ. കോതമ്പിന്റെ കാമ്പ് എന്നൊക്കെ പറയുമ്പോൾ ആ കിഡ്നി എന്നാ പറയുന്നത് എന്ന് പറഞ്ഞാൽ അതിന്റെ കൊഴുപ്പുള്ള ഭാഗമാണ്. ഇവിടെ നമ്മൾ വായിക്കുന്നു, അതിനെക്കാട്ടിൽ ദൈവത്തിന് പ്രസാദമാണെന്ത്? അനുസരണം, ഒബീഡിയൻസ്. വാസ്തവത്തിൽ നമ്മൾ പഠിക്കുന്നത് അനുസരിക്കാതെ നമ്മളെ രൂപാന്തരപ്പെടുത്താൻ സാധിക്കുകയില്ല. ഈ ഡോക്ടേഴ്സൊക്കെ എന്തിനാ പഠിക്കുന്നത്? എനിക്ക് വളരെ സന്തോഷം തോന്നിയ ഒരു വാക്യമാണ് റോമലേഖനം 6:17-19 വാക്യം. 6:17-19 അത് ഈ ഉപദേശം പഠിച്ചപ്പോൾ, അല്ലെങ്കിൽ പൗലോസ് അവിടെ ഒരു കാര്യം ഈ റോമിലുള്ള വിശുദ്ധന്മാരോട് പറയുന്നുണ്ട്. വാസ്തവത്തിൽ റോമലേഖനത്തിലെ ടീച്ചിങ് അതുപോലെ അനുസരിച്ചാൽ അതുപോലെ കിട്ടും. 6-ാം അധ്യായം നമ്മൾ ഇപ്പം പഠിച്ച ഭാഗം തന്നെയാണ്. ഏതാ? ഈ കർത്താവിനോടുകൂടെ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു എന്നുള്ള ആ പാഠമാണ്. അതിന്റെ 17-ാം വാക്യം നോക്കിയ, നിങ്ങളെ പഠിപ്പിച്ച ഉപദേശരൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ചു. നിങ്ങളെ പഠിപ്പിച്ച പൗലോസ് കുറെ ഉപദേശങ്ങൾ രേഖപ്പെടുത്തിയപ്പോൾ, റോമർക്ക് എഴുതിയപ്പോൾ അവരത് അനുസരിച്ച്. 6-ാം അധ്യായത്തിന്റെ ഒക്കെ ടീച്ചിങ് നോക്കിയേ. പാപത്തിൽ നിന്ന് എങ്ങനെ മോചനം പ്രാപിച്ച് ജീവിക്കാം, എങ്ങനെ ഒരു വിശുദ്ധ ജീവിതം നടത്താം, ഈ ഉപദേശം എന്തിനാണ് കൊടുത്തിരിക്കുന്നത്? അത് ഹൃദയപൂർവ്വം അങ്ങോട്ട് അനുസരിച്ചപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച ദൈവത്തിന് ദാസന്മാരായി മാറി. അനുസരിക്കാതെ വന്നാലോ? കർത്താവിന്റെ കൺമുമ്പിൽ എവിടെയാണ് സൗന്ദര്യമുള്ളത്? ഇവിടെ വായിക്കുകയാണ്, ആ നോട്ടവും വിശ്വാസവും അതുപോലെ കഴുത്തിലെ മാലയും എന്റെ ഹൃദയത്തെ നീ അപഹരിച്ചു. അവനെ രക്ഷകനായി അംഗീകരിക്കുകയും അവനെ കർത്താവായി അംഗീകരിക്കുകയും ചെയ്യുന്ന മനോഹരമായ ഒരു ചിത്രമാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. ഒരു വാക്കുകൂടെ ഞാൻ ഓർപ്പിച്ചിട്ട് അങ്ങ് വിട്ടേക്കാം. ഈ 9-ാം വാക്യം, എന്റെ സഹോദരി, എന്റെ കാന്തേ, നീ എന്റെ ഹൃദയത്തെ അപഹരിച്ചിരിക്കുന്നു. നമ്മളാണ് വാസ്തവത്തിൽ ഒരുപാട് നന്മ അനുഭവിച്ചത്, ഒരുപാട് നന്മ കർത്താവിൽ നിന്ന് അനുഭവിച്ചത് നമ്മളാണ്. പക്ഷെങ്കില് കർത്താവ് ഇവിടെ പറയുന്നത് എന്നാ? നീ എന്റെ ഹൃദയത്തെ അപഹരിച്ചു. കർത്താവ് അവിടെ സന്തോഷിക്കുകയാണ്. ആ 10-ാം വാക്യത്തിൽ വരുമ്പോൾ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, എന്റെ സഹോദരി, എന്റെ കാന്തേ, നിന്റെ പ്രേമം എത്ര മനോഹരം, വീഞ്ഞിനേക്കാൾ നിന്റെ പ്രേമവും സകലവിധ സുഗന്ധവർഗ്ഗങ്ങളെക്കാൾ നിന്റെ തൈലത്തിന്റെ പരിമളവും എത്ര രസകരം. 1-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം നമുക്ക് ഓർമ്മയുണ്ടോ? ആ പ്രിയനെ കുറിച്ച് പറഞ്ഞു, നിന്റെ പ്രേമം എത്ര രസകരമാണ്, നിന്റെ തൈലം എത്ര സൗരഭ്യമാണ്. അവനെ ആസ്വദിപ്പാൻ അവൾ തുടങ്ങി, അവന്റെ മഹത്വം മനസ്സിലാക്കാൻ തുടങ്ങി. ഇപ്പോൾ അവൻ പറയുകയാണ്, എന്ത്? നിന്റെ സ്നേഹം എത്ര വലുതാണ്, നിന്റെ പ്രേമം സകലവിധ സുഗന്ധവർഗ്ഗങ്ങളെക്കാട്ടിൽ നിന്റെ തൈലത്തിന്റെ പരിമളം എത്ര രസകരമാണ്. അവൻ തിരിച്ചു പറയുകയാണ്, ആ പ്രിയയുടെ സ്നേഹം കിട്ടുവാനാണ് വാസ്തവത്തിൽ അവൻ ഇത് മുഴുവൻ ചെയ്തത്. അവൾ മച്ചുവേർഡായി, അവൾ ആത്മീയമായി വളർന്നു. ഇത് പറയുമ്പോൾ ഞാനൊരു കാര്യം ഇങ്ങനെ പറയാറുണ്ട്. 1 ശമൂവേൽ 20:41 നമ്മൾ വായിച്ചാൽ, ദാവീദും യോനാഥാനും വലിയ സ്നേഹിതന്മാരായിരുന്നു. എന്നാൽ പരിശുദ്ധാത്മാവിടെ എഴുതിയ ഒരു ചെറിയ പദം ഞാൻ ശ്രദ്ധിച്ചു. അവർ തമ്മിൽ വലിയ സ്നേഹമാണ്. തിരുവചനത്തിൽ ആ സ്നേഹത്തിന്റെ ഒരു പ്രതീകമാണ് യോനാഥാനും ദാവീദുമായിട്ടുള്ളത്. പക്ഷെങ്കില് ഇവർ തമ്മിൽ പിരിയുന്നൊരു സന്ദർഭമുണ്ട്. 1 ശമൂവേൽ 20:41 നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, അവർ തമ്മിൽ ചുംബനം ചെയ്ത് കരഞ്ഞു, ദാവീദോ ഉച്ചത്തിൽ കരഞ്ഞുപോയി. രണ്ടുപേരും കരഞ്ഞു, പക്ഷേ ദാവീദിനെ കുറിച്ച് എഴുതി അവൻ ഉറക്കെ കരഞ്ഞു. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഈ 2 സ്നേഹിതന്മാർ അവർ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. 1 ശമൂവേൽ 20:41 ഇവർ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. പക്ഷെങ്കിൽ പരിശുദ്ധാത്മാവിടെ എഴുതി, ദാവീദോ ഉച്ചത്തിൽ കരഞ്ഞു. ദാവീദിന്റെ മനസ്സവിടെ കാണുവാൻ കഴിയുന്നു. കാരണം എന്നാ? യോനാഥാൻ സ്നേഹിക്കുന്നുണ്ട്, ശരിയാണ്. പക്ഷെ യോനാഥാന്റെ സ്നേഹത്തെ കവിയുന്ന സ്നേഹമായിരുന്നു ആ ദാവീദിനുള്ള സ്നേഹം. അവന്റെ സ്നേഹിതന്റെ വേർപാട് അവന് വഹിപ്പാൻ കഴിയുന്നില്ല. അവൻ ഉച്ചത്തിൽ കരഞ്ഞു. നമ്മുടെ കർത്താവ് നമ്മളുമായിട്ടുള്ള സ്നേഹം അതാണ്. നമ്മുടെ കർത്താവിനെ നമ്മൾ സ്നേഹിക്കുന്നുണ്ട്, ശരിയാണ്.
പക്ഷെ അവന് നമ്മളോടുള്ള സ്നേഹം ഈ ദാവീദിന് യോനാഥാനുണ്ടായിരുന്ന സ്നേഹത്തെ പോലെയാണ്. അത് നമ്മൾ സ്നേഹിക്കുന്നതിനേക്കാളൊക്കെ വളരെ വലുതാണ്. അതിന്റെ ആഴമൊക്കെ വളരെ വലുതാണ്. ദാവീദ് ഉച്ചത്തിൽ കരഞ്ഞ പോലെ ഇവിടെ നമ്മൾ അതാ കാണുന്നത്. അവൾ അവനിൽ സ്നേഹമർപ്പിച്ച് ആ സ്നേഹത്തെക്കുറിച്ച് അവൾ പറഞ്ഞപ്പോൾ അവന്റെ സ്നേഹത്തിന്റെ നമ്മോടുള്ള വലിപ്പത്തെ കണ്ടുകൊണ്ട് അവൻ വർണ്ണിക്കുന്ന പദം ശ്രദ്ധിക്കുക. വീണ്ടും ഈ ഭാഗങ്ങൾ പറയുമ്പോൾ ഞാനൊരു കാര്യം ഇങ്ങനെ പറയും. പുറപ്പാട് പുസ്തകം 21 അധ്യായത്തിന്റെ 1 തൊട്ട് 6 വരെയുള്ള വാക്യം വായിച്ചാൽ ഒരു എബ്രായ ദാസൻ 6 വർഷം വേല ചെയ്തിട്ട് ഒരടിമ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താ? സ്വാതന്ത്ര്യമാ. ഒരടിമ അവന്റെ ചെവിയിൽ വീഴുന്ന ഏറ്റവും മാധുര്യമുള്ള വാക്ക് സ്വാതന്ത്ര്യമായിരിക്കും. അവൻ 6 വർഷം വേല ചെയ്തു. 7-ാം വർഷം സ്വതന്ത്രനായി പോകുവാൻ ഒരു അവസരം കിട്ടി. എന്നാൽ അവൻ അടിമയായിട്ടിരിക്കുമ്പോൾ അവന്റെ യജമാനൻ അവനൊരു ഭാര്യയെ കൊടുത്തു. വേറൊരു അടിമ പെൺകുട്ടിയെ ഭാര്യയായിട്ട് കൊടുത്തു. അവൾക്ക് മക്കളുണ്ടായി. അവരൊന്നിച്ച് ജീവിക്കുകയാണ്. 6 വർഷമായപ്പോൾ ഈ അടിമയോട് പറഞ്ഞു, നിനക്കിനിയും പോകാം. അവൻ പറയുന്ന വാക്കിന്, ഞാൻ എന്റെ ഭാര്യയെയും എന്റെ മക്കളെയും യജമാനെ സ്നേഹിക്കൊണ്ട് ഞാൻ പോകുകയല്ല എന്ന് പറഞ്ഞാൽ അവൻ ജീവിതം മുഴുവൻ പിന്നെ അടിമയായിട്ടിരിക്കണം. അവനെ കട്ടളക്കാൽക്കൽ കൊണ്ടുവച്ച് അവന്റെ ചെവി കുത്തിക്കിഴിക്കും. ഈ ചെവിക്കകത്തൊരു കിഴുത്തിടും. അതൊരു അടയാളമാണ്. ഇതാണ് നമ്മൾ സങ്കീർത്തനങ്ങളിൽ വായിക്കുന്നത്. കർത്താവിനെ കുറിച്ച്, നീ എന്റെ ചെവികളെ എനിക്ക് തുളച്ചിരിക്കുന്നു. നോക്കുക, ആ ജീവിതം മുഴുവൻ അടിമയായിട്ട് മാറുകയാണ്. എന്റെ വിഷയം അവിടെ അതല്ല. ഈ കുടുംബത്തിൽ പിന്നീട് അവൻ അടിമയായിട്ട് അവൻ ജീവിക്കുകയാണ് ജീവിതം മുഴുവൻ. അവൻ പിന്നെ സ്വതന്ത്രനാകുന്നില്ലേ. അവൻ വീണ്ടും തുടർന്ന് ജീവിക്കുന്ന അവന്റെ ഭാര്യയുടെയും മക്കളുടെയും കൂടെ തന്നെയാണ്. അവന്റെ ഭാര്യയും മക്കളും കൂടെ, ഇവൻ അടിമയാണ് ശരിയാണ്, പക്ഷെ ഒന്നിച്ച് രാത്രിയിൽ ഭക്ഷണമൊക്കെ കഴിക്കാനിരിക്കും. അവന്റെ കാതിൽ ആ കിഴുത്തയുണ്ട്. ഈ ഭാര്യയും കുഞ്ഞുങ്ങളും ഒക്കെ ആ കിഴുത്ത കാണുന്നുണ്ട്. അവന്റെ ഭാര്യ വാസ്തവത്തിൽ ആ കിഴുത്ത കാണുമ്പോൾ അവൾക്കറിയാം, ഇതെന്നെ സ്നേഹിച്ചുകൊണ്ട്, എന്റെ കുഞ്ഞുങ്ങളെ സ്നേഹിച്ചുകൊണ്ട് വീണ കിഴുത്തയാണ്. എന്നാൽ ഈ കുഞ്ഞുങ്ങളെ കുറിച്ച് ഞാൻ ഓർത്തു. ഈ അപ്പന്റെ കാതിൽ ഈ കിഴുത്ത വീഴുമ്പോൾ ആ കുഞ്ഞിന് മാക്സിമം ഒരു 6 വയസ്സേ ഉള്ളൂ, അല്ലേ? ഒരു 6 വയസ്സില്ല, ഒരു 5 വയസ്സ് കാണും. കാരണം അടിമയായി 6-ാം വർഷം കഴിയുമ്പോൾ സ്വതന്ത്രനാകുക. അപ്പം ഭാര്യയെ കൊടുത്തു, മക്കളുണ്ടായി. 1 വർഷം കഴിഞ്ഞ് പ്രസവിച്ചു. ആ കുഞ്ഞ് വളർന്നൊരു 5 വയസ്സായി. ഈ അപ്പന്റെ അടുക്കൽ കിടന്ന് കളിക്കും, മടിയിലൊക്കെ കയറി. ഒരുപക്ഷെ അപ്പന്റെ ചെവിയുടെ കിഴുത്തയിലൊക്കെ ആ കൊച്ചുകുഞ്ഞ് കൈയിട്ട് കാണും. പക്ഷെ അവനൊന്നും അതിന്റെ അർത്ഥം മനസ്സിലായി കാണില്ല. അവൻ വളർന്ന് കുറച്ച് വലുതായി കഴിയുമ്പോഴാണ് അപ്പന്റെ കാതിലുള്ള ആ കിഴുത്തയുടെ അർത്ഥം അവന് മനസ്സിലാകുന്നത്. വാസ്തവത്തിൽ ഞാൻ ചിന്തിച്ചു, നമ്മളും ഇതുപോലെ തന്നെയാണ്. നമ്മൾ പ്രായം ചെല്ലുന്തോറും, ഈ കർത്താവിനോടുകൂടെ നടക്കും തോറും നമുക്ക് ഈ സ്നേഹത്തിന്റെ വലിപ്പം മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയാണ്. ആത്മീയ ആ ചെറുപ്രായത്തിൽ, അല്ല ആരംഭത്തില് നമ്മൾ കർത്താവിനെ സ്നേഹിക്കുക ചെയ്യുന്നുണ്ട്, ആ അപ്പനെ സ്നേഹിക്കുന്നൊക്കെയുണ്ട്, ശരിയാ. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമാണ്. അവൻ വളർന്ന് കുറച്ചുകൂടെ പ്രായമായി തിരിച്ച് കാര്യങ്ങളെ മനസ്സിലാക്കുവാൻ കഴിയുമ്പോൾ അവന്റെ അപ്പൻ അവനോട് ചെയ്ത വലിയ നന്മയുടെ ഓർമ്മ, വാസ്തവത്തിൽ അവൻ ആദ്യം അപ്പനെ സ്നേഹിച്ചോലല്ല പിന്നെ സ്നേഹിക്കാൻ തുടങ്ങുന്നത്. പൗലോസും മറ്റും പറഞ്ഞ വാക്കോർമ്മയുണ്ടല്ലോ, ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു എന്ന് പറയുന്നു. വി ആർ പെർസ്വേഡഡ് ബൈ ദ ലവ് ഓഫ് ക്രൈസ്റ്റ്. ആ സ്നേഹത്തിന്റെ ആ നിർബന്ധമാണ് അവരെ വാസ്തവത്തിൽ ഈ ലോകത്തിൽ എന്ത് കഷ്ടം സഹിച്ചും മുന്നോട്ട് പോകുവാനായിട്ട് പ്രേരിപ്പിച്ച വസ്തുത. നമ്മൾ ആത്മീയമായിട്ട് വളരുമ്പോൾ ഇതേ അനുഭവം ഉണ്ടാകുമെന്നുള്ളത് ഞാൻ ഈ സ്നേഹത്തെക്കുറിച്ച് വായിച്ചപ്പോൾ ഓർത്തുപോയി. നമ്മുടെ കർത്താവ് പറയുകയാണ്, നിന്റെ പ്രേമം എത്ര രസകരമാണ്, എത്ര രസകരമാണ്. നിന്റെ അവിടെ വായിക്കുന്നത്, നിന്റെ പ്രേമം എത്ര മനോഹരമാണ് എന്റെ കാന്തേ, അത് സകലവിധ സുഗന്ധവർഗങ്ങളെക്കാട്ടിലും നിന്റെ തൈലത്തിന്റെ പരിമളം എത്ര രസകരമാണ്. അവനത് ആസ്വദിപ്പാൻ, ആ പ്രിയോടൊത്തുള്ള പരിമളം, ആ സ്പിരിച്വൽ ക്വാളിറ്റിയാണ് അത് കാണിക്കുന്നത്. ആ പരിമളം എന്ന് പറയുന്നത് സ്പിരിച്വൽ ക്വാളിറ്റി, അവളിൽ നിന്ന് പുറപ്പെടുന്ന ആൽപിക ഗന്ധമാണത്, ഫ്രാഗ്നൻസ്. അവനോടൊത്ത് സമയം ചെലവഴിച്ചു. നമ്മളിവിടെ വായിക്കുന്നുണ്ട്, എന്താണ് അടുത്ത വാക്യത്തില്, ലെബനോന്റെ വാസന, വസ്ത്രത്തിന്റെ വാസന എന്ന് പറഞ്ഞാൽ സ്വർഗീയ ഉയരത്തിലേക്ക് അവൾ ഉയർന്നപ്പോൾ. അതിന്റെ 11-ാം വാക്യം നോക്കട്ടെ. അല്ലയോ കാന്തേ, നിന്റെ അധരം തേൻകട്ട പൊഴിക്കുന്നു, നിന്റെ നാവിൻ കീഴിൽ തേനും പാലുമുണ്ട്, നിന്റെ വസ്ത്രത്തിന്റെ വാസന ലെബനോന്റെ വാസന പോലെ ഇരിക്കുന്നു. അവൾ സ്വർഗീയ മണ്ഡലത്തിൽ പ്രിയനോടൊത്ത് സമയം ചെലവഴിച്ചു. അവൾ ഇന്ന് ഇറങ്ങി വന്നു. ഇന്ന് അവളുടെ വസ്ത്രത്തിന് ഒരു ഗന്ധമുണ്ട്. ആ വസ്ത്രം അവളുടെ സാക്ഷ്യമാണ്, ജീവിതമാണ് കാണിക്കുന്നത്. അവളുടെ നടപ്പില്, അവളുടെ സംസാരത്തിലൊക്കെ ഒരു സൗരഭ്യം പുറത്തു വരികയാണ്. ആ സൗരഭ്യം എന്ത് സൗരഭ്യമാണ്? സ്വർഗീയ സൗരഭ്യം, പ്രിയന്റെ സൗരഭ്യം.
അവന്റെ ഗന്ധമാണ്. അതുകൊണ്ടാണ് അവൻ പറഞ്ഞത്, സകലവിധ സുഗന്ധവർഗ്ഗങ്ങളെക്കാട്ടിൽ ഈ തൈലത്തിന്റെ പരിമളം എത്ര രസകരമാണ്. കർത്താവ് ഇതാ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അവന്റെ സ്വഭാവത്തോടെ നമ്മളെ അനുരൂപരാക്കുകയാണ്. അതിന്റെ ഓരോന്നും നമ്മളിൽ കണ്ടു തുടങ്ങുമ്പോൾ അവനുണ്ടാകുന്ന സന്തോഷം എത്ര വലുതാണ്. ആ പ്രിയയെക്കുറിച്ച് പറഞ്ഞ ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. അവളുടെ നാവിന്റെ കീഴില് അവിടെ അധരത്തെക്കുറിച്ച് പറഞ്ഞു, അല്ലയോ കാന്തേ, നിന്റെ അധരം തേൻ കട്ടമൊഴിക്കുന്നു, നിന്റെ നാവിന്റെ കീഴിൽ തേനും പാലുമുണ്ട്. ഇംഗ്ലീഷിൽ വായിച്ചാൽ, ദ ലിപ്സ് ഓ മൈ സ്പൗസ് ഡ്രോപ്സ് as the honeycomb, thy lips o spouse drops like the honeycomb എന്ന് പറഞ്ഞാൽ ഇത് അവളുടെ സംഭാഷണത്തെയാണ് കാണിക്കുന്നത്. ഇനി നമ്മൾ ശ്രദ്ധിച്ചാൽ പ്രിയ അധികം സംസാരിക്കുന്നില്ലേ? അവൾ സംസാരിക്കുന്നുണ്ട്. സംസാരിക്കുമ്പോഴൊക്കെ പ്രിയനെ കുറിച്ചാണ്. പക്ഷെങ്കിൽ പ്രിയനാണ് സംസാരിക്കുന്നത്. അവളുടെ ആത്മീയ പക്വതയോടെ കാണിക്കുന്നു. അവൾ കുറച്ചേ സംസാരിക്കുന്നുള്ളൂ. അവളുടെ സംസാരത്തിന്റെ വാക്കുകൾ പ്രിയൻ പറയുന്നു തേൻകട്ട വീഴുന്ന പോലെയാണ്. തേന് നമ്മളൊരു വെള്ളത്തുള്ളിയും തേൻ തുള്ളിയും കൂടെ വീഴുന്ന ശ്രദ്ധിച്ചാൽ നമുക്ക് ആ ഡിഫറൻസ് അറിയാം. ഒരു വെള്ളത്തിന്റെ തുള്ളി ഇങ്ങനെ ടിപ്പ് 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 നമുക്ക് വീണുകൊണ്ടിരിക്കും. ഒരു തേൻ എങ്ങനെ വീഴത്തില്ല. ആ ഡ്രോപ്പ് ഇങ്ങനെ വന്ന് ചെറുക ചെറുക വീഴുകയാണ്. ആ തേൻ തുള്ളി അതുകൊണ്ട് അത് അങ്ങനെ തന്നെ പറഞ്ഞത്, ഇറ്റ് ഡ്രോപ്സ് as the honeycomb. ആ തേൻ കട്ടയിൽ നിന്ന് ഇറ്റിറ്റ് വീഴുന്ന തേൻ പോലെ ആ തേൻ തുള്ളി വീഴുമ്പോൾ അതിനൊരു സൗന്ദര്യമുണ്ട്. ആ ചെറുക ചെറുക വീഴാണ് ആ തേൻ തുള്ളി എന്ന് പറഞ്ഞാൽ അവളുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന ആ വാക്കുകളുണ്ടല്ലോ. ഇവിടെ പ്രിയൻ പറഞ്ഞു ഹണിക്കോമ്പിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യാൻ. ഒരു ഹണിക്കോമ്പ് ഉണ്ടാക്കണമെങ്കിൽ എത്ര ബുദ്ധിമുട്ടണം ഈച്ചകള്. അതിന്റെ പുറകിൽ ഒരു പ്രയത്നമുണ്ട്. ആ പ്രയത്നമൊക്കെ നടത്തിയതിന്റെ ഫലമായിട്ടാണ് ഇന്നത് അവിടെ നിന്ന് ഡ്രോപ്പ് ചെയ്യുന്നത്. മാത്രമല്ല അവൻ പറഞ്ഞു നാവിന്റെ കീഴില് പാലും തേനുമുണ്ട്. നമ്മളൊന്ന് ചിന്തിച്ചേ, യോർദാൻ കടന്ന് അപ്പുറം ചെന്നെങ്കിൽ മാത്രമേ ഉള്ളൂ പാലും തേനും ഒഴുകുന്ന നാട്, കനാൻ നാട്. യോർദാൻ അവൾ കടന്നപ്പുറത്ത് ചെന്നു. നമ്മൾ ആവർത്തന പുസ്തകം 32:13 ഞാൻ നിനക്ക് പാറയിൽ നിന്നുള്ള തേനും മേൽത്തരമായ ഗോതമ്പുണ്ടൊക്കെ നിന്നെ പോഷിപ്പിക്കുമെന്ന് പറഞ്ഞു, എന്റെ വാക്ക് നീ കേട്ടിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ ദൈവജനത്തിനാണ്. യോശുവയുടെ പുസ്തകം 5:6, അതുപോലെ സങ്കീർത്തനം 81:16 ഒക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. പാറയിൽ നിന്നുള്ള തേൻ കൊണ്ട് ഞാൻ നിന്നെ പോഷിപ്പിക്കുമായിരുന്നു. സങ്കീർത്തനം 81:16, യോശുവ 5:6, ആവർത്തനം 32:13. ഇവിടെ നോക്കുക, അവൾ കനാന്റെ അനുഭവത്തിലേക്ക് വന്നു. കനാൻ പാലും തേനും ഒഴുകുന്ന ദേശമാണ്. അവൾ അവിടെ ധാരാളം ഭക്ഷിച്ചതുകൊണ്ടാണ് അവളുടെ നാവിന്റെ കീഴില് തേനും പാലുമുണ്ട്. നമ്മുടെ സംസാരം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച രൂപാന്തരത്തെ കാണിക്കുന്നു. ഏതൊരു മനുഷ്യന്റെ സംസാരം ശ്രദ്ധിച്ചാലും അവൻ ആരാണെന്നുള്ളത് മനസ്സിലാക്കിയെടുക്കാം. അല്പം വിവേകമുള്ളവർക്ക് ഒരു മനുഷ്യന്റെ വ്യക്തിത്വം അവന്റെ സംസാരത്തിൽ കൂടെ വെളിപ്പെടും കേട്ടോ. അവന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ എന്തായിരിക്കുന്നെന്ന്. കാരണം കർത്താവാ പറഞ്ഞത്, ഹൃദയം നിറഞ്ഞു കവിയുന്നത് വായ പ്രസ്താവിക്കും. ഒരു മനുഷ്യന് ഈ പണമാണ് വലിയ ആഗ്രഹമെങ്കിൽ അവൻ എപ്പോഴും സംസാരിക്കുമ്പോൾ ആ പണത്തിന്റെ ചോയ അവിടെ ഉണ്ടായിരിക്കും. എന്താ അവൻ ആഗ്രഹം? ചിലരുടെ ഹൃദയത്തിൽ അങ്ങ് സിനിമാ നടന്മാരും നടിമാരൊക്കെയാണ്. അവര് സംസാരിക്കുമ്പോൾ അതായിരിക്കും നാവിൽ നിന്ന് വരുന്നത്. ചിലർക്ക് സ്പോർട്സാ, അതാണ് പുറത്തു വരുന്നത്. പൗലോസ് ഒരിക്കൽ പറഞ്ഞു, എന്റെ ജീവനായ ക്രിസ്തു, ക്രൈസ്റ്റ് മൈ ലൈഫ്. ആ പദം ശ്രദ്ധേയമാണ്, ക്രൈസ്റ്റ് മൈ ലൈഫ്. ചിലർ പറയും സ്പോർട്സ് ഈസ് മൈ ലൈഫ്, മൈ പ്രൊഫഷൻ ഈസ് മൈ ലൈഫ്. പക്ഷെ പൗലോസ് പറയുന്നു ക്രൈസ്റ്റ് മൈ ലൈഫ്. അവന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവാണ്. അതുകൊണ്ട് അവന്റെ അധരത്തിൽ നിന്ന് ഇറ്റിറ്റ് വീഴുന്നത് മുഴുവൻ ക്രിസ്തുവിനെ കുറിച്ചാണ്. ഇവിടെ പ്രിയയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഒരു വിശുദ്ധന്റെ സംസാരമുണ്ടല്ലോ. നമ്മൾ യാക്കോബ് ലേഖനത്തിൽ വായിക്കുന്നത്, ഒരു പുരുഷൻ വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ സൽഗുണപൂർത്തിയുള്ള പുരുഷനായി മാറിയെന്ന ഇല്ലേ വാക്യം ഓർമ്മയുണ്ടല്ലോ. അവൻ വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ സൽഗുണപൂർത്തിയുള്ള പുരുഷനായി എന്ന് പറഞ്ഞാൽ അവന്റെ വാക്കുകൾ ശ്രദ്ധിച്ചാൽ അറിയാം അവൻ പെർഫെക്റ്റ് ആണോ അല്ലയോ എന്നുള്ളത്. അവന്റെ വാക്കുകളിൽ തെറ്റാതെ അവനെ തന്നെ ശ്രദ്ധിക്കുന്ന ഒരുത്തനാണെങ്കിൽ അവൻ സൽഗുണപൂർത്തിയുള്ള പുരുഷനായെന്ന യാക്കോബ് ലേഖനത്തെ തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കിയാൽ പ്രിയയുടെ വാക്കുകൾക്ക് വളരെ പ്രാധാന്യം നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് പഠനമുണ്ട്. എഫേസ്യ ലേഖനം 4:29 നമ്മളോട് ആവശ്യപ്പെട്ടു. എന്താണ്? കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീയ വർധനയ്ക്കായി നല്ല വാക്കല്ലാത്ത ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. ദൈവത്തിന്റെ വചനം കൈകാര്യം ചെയ്യുന്നവര്, പഠിപ്പിക്കുന്നവര്, പ്രസംഗിക്കുന്നവര് തോന്നിവാസമുള്ള കാര്യങ്ങളുടെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നാലേ ഈ കേൾക്കുന്നവർക്ക് തോന്നും ഇതൊക്കെ ഒരു തമാശയാണെന്ന്. ഒരിക്കലേ ലോത്ത് ഈ പട്ടണമൊക്കെ ദഹിപ്പിക്കാൻ പോവുകയാണെന്ന് ലോത്ത് അവന്റെ മരുമക്കളോടൊക്കെ പറഞ്ഞപ്പോൾ അവരെന്നാ പറഞ്ഞേ?
കളിവാക്ക് പറയാണെന്ന് വിചാരിച്ചു. കാരണം എന്താ? പുള്ളി സാധാരണ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാ. വീട്ടില് ഈ മരുമക്കളോടൊക്കെ സാധാരണ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കളിവാക്ക. അപ്പൊ ഇതും കളിവാക്കാണെന്ന് ഇപ്പൊ ഇതെല്ലാം ദഹിപ്പിക്കാൻ പോകാന്ന് പറഞ്ഞപ്പോൾ അവർ ഓർത്തു കളിവാക്കാണെന്ന് വിചാരിച്ചു. കർത്താവിന് വേണ്ടി സംസാരിക്കുന്നവരെ അവർക്ക് അനാവശ്യമായ കാര്യങ്ങൾ സംസാരിക്കാൻ സാധിക്കുകയില്ല. സംസാരിച്ചാൽ അവരുടെ ശുശ്രൂഷിക്കുന്ന ഒരു കൃപയും കാണുകയില്ല. അവരെ ശുശ്രൂഷിച്ചാൽ ആത്മീയവർദ്ധന ഉണ്ടാകില്ല. ഇവിടെ വായിക്കുന്നതിന് കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീയവർദ്ധനയ്ക്കായി നല്ല വാക്കല്ലാത്ത ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. കേട്ടോ, വളരെ ശ്രദ്ധേയമാണ് ഈ തേന്. നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ ഇവിടെ നാവിന്റെ കീഴില് 2 കാര്യമുണ്ടെന്ന് പറഞ്ഞു. ഒന്ന് എടുത്തു പറഞ്ഞ നോക്കിയാട്ടെ, തേനും പാലുമുണ്ട്. ആദ്യം എടുത്തു പറഞ്ഞ് തേനുണ്ടെന്ന് പറഞ്ഞു. തേൻ എന്തിനാ കാണിക്കുന്നത് അറിയാമോ? ശക്തന്മാരുടെ ആഹാരമാണ്. 1 ശമൂവേൽ 14:27 തൊട്ടുള്ള വാക്യം. 1 ശമൂവേൽ 14:27 തൊട്ട് 29 വരെ യോനാഥാൻ നമുക്കറിയാം വളരെ ക്ഷീണിച്ച്, യുദ്ധത്തിന് നടന്ന് ക്ഷീണിച്ച് തളർന്ന് അവന്റെ കണ്ണൊക്കെ അങ്ങ് മങ്ങിപ്പോയി. ആ വടി അവന് ആ തേൻകെട്ട കെട്ട് അതിനകത്തോട്ടൊന്ന് കുത്തിയിട്ട് നാവിൽ വെച്ചു. നാം വായിക്കുന്നു അവന്റെ കണ്ണ് തെളിഞ്ഞെന്ന്. ഇനി ഇത് ആത്മീയമായ പാഠം നമുക്കെടുക്കാം. അതുപോലെ തന്നെ പാല് ആർക്കാ അത് വേണ്ടിയത്? കുഞ്ഞുങ്ങൾക്കാ. 1 ശമൂവേൽ 14:27 29 വാക്യമാണ് തേനിനെ കുറിച്ച് വായിക്കുന്നത്. അതുപോലെ തന്നെ പാല് കുഞ്ഞുങ്ങൾക്കാ വേണ്ടിയത്. പത്രോസിനോട് കർത്താവ് പറഞ്ഞ എന്താ? നീ എന്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. നീ എന്റെ ആടിനെ, ഇംഗ്ലീഷിൽ വായിച്ചാൽ ഫീഡ് മൈ ലാംബ്സ്, ഫീഡ് മൈ ലാംബ്സ് എന്ന് പറഞ്ഞിട്ട് ഒരിക്കൽ പറഞ്ഞു ടെൻഡ് മൈ ഷീപ്പ്, ഇല്ലേ? പക്ഷെ എടുത്തു പറഞ്ഞു എന്റെ കുഞ്ഞാടുകളെ പാലിക്കുക. 1 പത്രോസ് 2:1-2 വാക്യം നമ്മളിവിടെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. എന്താണെന്നറിയാമോ? ഈ അധരത്തിൽ നിന്ന് ശക്തന്മാരുടെ ആഹാരം കൊടുക്കണം. ഞാൻ ഇങ്ങനെ പറയട്ടെ, കുറച്ചുകൂടെ ലളിതമായിട്ട്, നല്ല സ്പിരിച്വൽ മെച്യൂരിറ്റി ഉള്ളവരുടെ അടുക്കൽ ചെന്ന് കുറേശ്ശെ പാലെടുത്ത് കൊടുത്തുകൊണ്ടിരുന്നാൽ എന്തോ സംഭവിക്കും? അവർക്കത് ആസ്വാദ്യകരമായി തീരത്തില്ലേ? സ്പിരിച്വൽ മെച്യൂരിറ്റി ഉള്ള ആളുകളുടെ മധ്യത്തിൽ നമ്മൾ ആത്മീയമായി ശുശ്രൂഷിക്കുമ്പോൾ അവർക്ക് കൊടുക്കേണ്ടത് എന്തുവാ? തേനാ കൊടുക്കേണ്ടത്. അവർക്ക് പാറയിൽ നിന്നുള്ള തേനാണ് ആവശ്യം. അവർക്ക് വാസ്തവത്തിൽ മല്ലന്മാരുടെ ആഹാരമാണ് ആവശ്യം. അവർക്ക് കട്ടിയായുള്ള ആഹാരമാണ് ആവശ്യം. അവർക്കും പാല് കൊടുത്തോണ്ടിരുന്നാലോ അവർക്കത് ആസ്വാദ്യകരമാകില്ലേ? എന്നാൽ കുഞ്ഞുങ്ങൾക്ക് ആത്മീയ വളർച്ച സംഭവിക്കാത്തവർക്ക് എന്ത് കൊടുക്കണം? പാല് കൊടുക്കണം. അവർ വളരണം. ഒരു ആത്മിക ശുശ്രൂഷയുള്ള ബന്ധത്തിൽ ഒരു ദൈവമകന്റെ അധരത്തിന്റെ കീഴിൽ പാലും തേനും ഉണ്ടായിരിക്കണം. ശക്തന്മാരെ ബലപ്പെടുത്തുന്ന തേനും പാറയിൽ നിന്നുള്ള കനാലിൽ നിന്നുള്ള അനുഭവങ്ങൾ വിളമ്പിക്കൊടുക്കുവാൻ നാവിന്റെ കീഴിലുണ്ടായിരിക്കണം. അതുപോലെ ആ ശിശുക്കൾക്ക് ആസ്വാദ്യകരമായി മാറുവാൻ, പോഷണം കൊടുക്കുവാൻ അവർക്ക് പാലും കൊടുക്കുവാനായിട്ട് കഴിയണം. ഇത് പറയുമ്പോഴാണ് നമ്മൾ ഓർക്കണം, പറഞ്ഞു നിന്റെ വസ്ത്രത്തിന്റെ വാസന ലെമനോന്റെ വാസന പോലെ ഇരിക്കുന്നു. കാരണം എന്താ? ഇത് രണ്ടും കൊടുക്കുവാൻ കഴിയണമെങ്കിൽ അവൾ ഉന്നതമായ പ്രതലത്തിലേക്ക് ഉയർന്നു കഴിഞ്ഞു, സ്വർഗീയ മണ്ഡലത്തിലേക്ക് ഉയർന്നു കഴിഞ്ഞു. നമ്മള് ഒരു വാക്യം ഒന്ന് വായിക്കാം. ഹോശേയ 14:6. ഇത് പറയുന്നത് ഇസ്രയേലിന് ഭാവിയിൽ അനുഭവിക്കാൻ പോകുന്ന നന്മയെക്കുറിച്ചാണ് പറയുന്നത്. ആ വാക്യം ഒന്ന് വായിച്ചേ. ഹോശേയ 14:6. ഇസ്രയേലിന് ഭാവിയിൽ അനുഭവിക്കാൻ പോകുന്ന നന്മയെക്കുറിച്ച് പറയുമ്പോഴാണ് അത് പറയുന്നത്. അതിപ്പോൾ ദൈവജനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു വാക്കാണ്. ഹോശേയ 14:6. ഹോശേയ 14:6 ഇസ്രയേലിന് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, അവന്റെ വാസന ലെബനോന്റെ വാസന പോലെ ഇരിക്കും. ലെബനോന്റെ വാസന, സ്വർഗീയ വാസന. ഇവിടെ എടുത്തു പറഞ്ഞു നിന്റെ വസ്ത്രത്തിന്റെ വാസന ഇന്ന് ലെബനോന്റെ വാസന പോലെയാ. അല്പം മുമ്പ് 8-ാം വാക്യത്തിൽ നമ്മൾ ചിന്തിച്ചു, അവളെ ആഹ്വാനം ചെയ്തത് കം വിത്ത് മീ ടു ലെബനോൺ, കം വിത്ത് മീ ടു ലെബനോൺ, ലെബനോനിലേക്ക് വരിക, ഉയരത്തിലേക്ക് വരിക. വിളിച്ചു. പ്രിയ ഉയരത്തിലേക്ക് കരേറി. കേട്ടോ, ഉയരത്തിലേക്ക് കരേറി. ആ പർവ്വതത്തിൽ സമയം ചെലവഴിച്ചു. അവൾ ഇറങ്ങി വന്നപ്പോൾ ആ സ്വർഗീയ സൗരഭ്യം അവളിൽ പകരുകയാണ്. അവൾ വസ്ത്രത്തിൽ എന്ന് പറയുമ്പോൾ അവർ ഇടപെട്ട എല്ലാ സ്ഥലത്തും വസ്ത്രം സാക്ഷ്യത്തെയാണ് കാണിക്കുന്നത്. സാക്ഷ്യതയാണ്. നമ്മൾ വസ്ത്രത്തിൽ വരുന്ന കുഷ്ഠരോഗത്തെ കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ ചിന്തിച്ചിട്ടുണ്ട്. വസ്ത്രത്തിൽ വരുന്ന കുഷ്ഠരോഗം സാക്ഷ്യമാണ്. ക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുവിൻ എന്നൊക്കെ പറയുന്നത് സാക്ഷ്യമാണ്. വാസ്തവത്തിൽ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നതിന് മറ്റൊരു പദപ്രയോഗമാണ് ഇവിടെ. എന്താ? വസ്ത്രത്തിന്റെ വാസന, ലെബനോന്റെ വാസന. നമ്മൾ കർത്താവിനോടുകൂടെ സമയം ചെലവഴിച്ചാൽ നമ്മൾ അറിയാതെ നമ്മളിൽ നിന്ന് അവന്റെ സൗരഭ്യം ഉയരത്തിലേക്ക് വരും. ചുറ്റുപാടുകളും പടർത്തുവാനായിട്ട് ഇടയാക്കി തീർക്കും. ഇതിന്റെ ഒരു നല്ല ദൃഷ്ടാന്തമാ 3.5 വർഷം ശിഷ്യന്മാർ കർത്താവിനോടുകൂടെ ചെലവഴിച്ചു. ഇവര് മഹാമോഗണം മുക്കവന്മാരായവര്.
മുഖവന്മാരുടെ ഭാഷയൊക്കെ നമുക്കറിയാമല്ലോ. അതുകൊണ്ട് ആ പ്രാഗമൊക്കെ ചെയ്യുന്നത് അവരുടെ ഭാഷ അത്രയാ. കർത്താവ് അങ്ങനെയുള്ളവരെ തെരഞ്ഞെടുത്തത്. അത്രയും ഭാഷയും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ്. അവരെ 3 വർഷം കർത്താവിന്റെ പാഠശാലയിൽ കൊണ്ടുകിടന്നിട്ടും പ്രാഗിയൊക്കെ പോയി. അപ്പോള് ആ മത്തായി 26:73 രസകരമായൊരു വാക്യമുണ്ട്. അതായി ലെബനോന്റെ വാസന എന്ന് പറയുന്നത്. മത്തായി 26:73 നോക്കിയാട്ടെ. അല്പനേരം കഴിഞ്ഞിട്ട് അവിടെ നിന്നവരിൽ അടുത്തു വന്ന് പത്രോസിനോട്, നീയും അവരുടെ കൂട്ടത്തിലുള്ളവൻ സത്യം, നിന്റെ ഉച്ചാരണവും നിന്നെ വെളിവാക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. കണ്ടോ, അവൻ പറയുന്നുണ്ട് ഞാൻ അറിയുന്നൊന്നുമില്ല, എനിക്കറിയത്തില്ലെന്ന് പറഞ്ഞ് പ്രാഗുക. പക്ഷേ ഇവര് പത്രോസിനെ നോക്കി പറയും, നിന്റെ ഉച്ചാരണം അത് തന്നെ കാണിക്കുന്നുണ്ടല്ലോ. 3.5 വർഷം അവനോടുകൂടെ നടന്നപ്പോൾ നീയും അവരുടെ കൂട്ടത്തിലുള്ളവനാണെന്ന് അവന്റെ വാക്കുകൾ കാണിക്കുന്നുവെന്ന് പത്രോസിനോട് പറഞ്ഞു. യെസ്, മോശ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ആ പർവ്വതത്തിന്റെ മഹത്വം അവന്റെ മുഖത്ത് പ്രതിഫലിക്കുവാനിടയായി. പ്രിയ അവന്റെ കൂടെ സമയം ചെലവഴിച്ചു. ഉന്നതമായ ആ സ്വർഗീയ മണ്ഡലത്തിൽ അവൾ സമയം ചെലവഴിച്ചു. അവളുടെ നാവിന്റെ കീഴിൽ പാലും തേനും ഒഴുകുന്നതായിട്ട് നാം കാണുന്നു. നമുക്ക് വിളമ്പിക്കൊടുപ്പാൻ, ദൈവജനത്തിന് വിളമ്പിക്കൊടുപ്പാൻ പാലും തേനും എടുക്കുവാനായിട്ട് കഴിയുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആത്മീയ വളർച്ചയുടെ മനോഹരമായ എത്ര മനോഹരമായ ഒരു ചിത്രമാണ് ഈ കവിതാ ഭാഗത്ത് നമുക്ക് ലഭിക്കുന്നതെന്ന് ഓർക്കുക. അടുത്ത ഭാഗം ഞാൻ ഒന്ന് മൊത്തത്തിൽ വായിക്കാം, കാരണം അതൊരു പ്രത്യേക പോർഷനാണ്. ഇത് സാധാരണ പ്രസംഗിയൊക്കെ ചെയ്യുന്ന ഒരു പോർഷൻ. ഉത്തമഗീതത്തിൽ നിന്ന് എടുത്ത് ചിലത് പ്രസംഗിക്കുന്നതിൽ എടുത്ത് പ്രസംഗിക്കുന്ന ഒരു ഭാഗമായത്. എന്റെ സഹോദരി എന്റെ കാന്ത കെട്ടിയടച്ചിരിക്കുന്ന ഒരു തോട്ടം, അടച്ചിരിക്കുന്ന ഒരു നിറവ, മുദ്രയിട്ടിരിക്കുന്ന ഒരു കിണറ്, നിന്റെ ചിനപ്പുകൾ വിശിഷ്ട ഫലങ്ങളോട് കൂടിയ മാതളത്തോട്ടം, മൈലാഞ്ചിയോടുകൂടെ ജഡമാംസിയും കുങ്കുമവും വയമ്പും ലവംഗവും സകലവിധ കുന്തിരിക്ക വൃക്ഷങ്ങളും മൂറും അകിലും സകല പ്രധാന സുഗന്ധവർഗവും തന്നെ. നീ തോട്ടങ്ങൾക്കൊരു നീരറവും വറ്റിപ്പോവാത്ത കിണറും ലെബനോനിൽ നിന്ന് ഒഴുകുന്ന ഒഴുക്കുകളും തന്നെ. വടതിക്കാറ്റെ ഉണരുക, തെന്നിക്കാറ്റെ വരിക, എന്റെ തോട്ടത്തിൽ നിന്ന് സുഗന്ധം വീശേണ്ടതിന് അതിന്മേൽ ഊതുക. എന്റെ പ്രിയൻ എന്റെ തോട്ടത്തിൽ വന്നു, അതിന്റെ വിശിഷ്ടപുലം ഭജിക്കട്ടെ. എന്റെ സഹോദരി എന്റെ കാന്തേ, ഞാൻ എന്റെ തോട്ടത്തിൽ വന്നിരിക്കുന്നു. ഞാൻ എന്റെ മൂറും സുഗന്ധവർഗവും പെറുക്കി, ഞാൻ എന്റെ തേൻകെട്ട തേനോടുകൂടെ തിന്നു, എന്റെ വീഞ്ഞ് പാലോടുകൂടെ കുടിച്ചിരിക്കുന്നു. സ്നേഹിതരെ തിന്നുവേൻ, പ്രിയരെ കുടിച്ച് മത്തരാകുവേൻ. എനിക്ക് തോന്നുന്നു ഏറ്റവും മനോഹരമായ ഒരു പോർഷനാണ് ഇപ്പോൾ വായിച്ചു കേട്ട ഒരു പോർഷൻ. ദീർഘമായി ധ്യാനിപ്പാൻ കഴിയുന്ന ഒരു വേദഭാഗമാണ്. അതിനകത്തെ ചില ആത്മീയ സത്യങ്ങൾ പെട്ടെന്ന് നമുക്ക് ഒന്നിച്ച് ചിന്തിച്ച് അവസാനിപ്പിക്കാൻ ശ്രമിക്കാം. ദൈവസഭയുടെ ഏറ്റവും മനോഹരമായ ചില പദപ്രയോഗങ്ങളും പ്രദർശനവും നമുക്കിവിടെ കാണാൻ കഴിയും. സഭയെക്കുറിച്ചുള്ള പഠനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോർഷനാണ് നമ്മളിപ്പോൾ വായിച്ചത്. ഒന്നാമത് നമ്മൾ നോക്കിയേ, എന്റെ സഹോദരി എന്റെ കാന്ത കെട്ടിയടയ്ക്കപ്പെട്ട ഒരു തോട്ടമാണ്. മൈ സിസ്റ്റം മൈ സ്പൗസ് ഈസ് എ ഗാർഡൻ എൻക്ലോസ്ഡ്. അതിന്റെ മഹത്വം മനസ്സിലായോ? പഴയ നിയമത്തിൽ യഹൂദനെ ദൈവം വിളിച്ച് വേർതിരിക്കുമ്പോൾ നമ്മളെ യെശയ്യാവ് 5:2 വായിക്കുന്നുണ്ട്, അവൻ അതിന് വേലി കെട്ടി വേർതിരിച്ചിരുന്നു. സമാഗമന കൂടാരം, ദൈവത്തിനൊരു വാസസ്ഥലം ഒരുക്കുവാൻ പറഞ്ഞപ്പോൾ അവിടെ നമ്മൾ വീണ്ടും വായിക്കുന്നു, ഒരു പ്രാകാരം, ഒരു കോർട്ട് മറ്റു സ്ഥലത്ത് നിന്ന് അതിനെ കെട്ടി വേർതിരിച്ചെടുത്തു. പുതിയ നിയമ സഭ എന്ന വാക്കിന്റെ അർത്ഥം എന്നാ? വിളിച്ചു വേർതിരിച്ചവരുടെ കൂട്ടമെന്നാണ്. വേർതിരിച്ചിരിക്കുന്നവരുടെ കൂട്ടമാണ്. നമ്മളെ വിളിച്ചു വേർതിരിച്ചെന്ന് മാത്രമല്ല, പഴയ നിയമത്തിൽ പ്രാകാരം 109 അടി നീളം 75 അടി വീതിയുള്ള ഒരു പ്രാകാരം ദൈവം വിളിച്ച് എടുത്ത് വേർതിരിച്ചു. സഭയെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ അവന് വസിപ്പാനായിട്ട് വിളിച്ചു വേർതിരിച്ചവരുടെ ഒരു കൂട്ടമെന്ന് മാത്രമല്ല, ഇവിടെ നമ്മൾ വായിക്കുന്നു കെട്ടി അടയ്ക്കപ്പെട്ട ഒരു തോട്ടമാണ് സഭ. എന്താ അതിന്റെ അർത്ഥം? എനിക്കതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ കുറച്ചുകൂടെ എളുപ്പമാണ്. ഞാൻ ഗൾഫിൽ ജോലി ചെയ്തപ്പോൾ ഒരുപാട് ഇന്റീരിയർ സ്ഥലത്തൊക്കെ ഞാൻ യാത്ര ചെയ്യുമായിരുന്നു. ഇങ്ങനെ വിജനമായ സ്ഥലങ്ങൾ കിടപ്പുണ്ട്, ഒത്തിരി സ്ഥലം വെറുതെ കിടക്കുക. അങ്ങനെ വെറുതെ കിടക്കുന്ന ഇടയ്ക്ക് കാണാം മതിലൊക്കെ കെട്ടിയ ഒരു സ്ഥലം, കെട്ടി അതിന് ഗേറ്റൊക്കെ ഉണ്ട്. അതിനകത്തോട്ട് നോക്കിയാൽ ഒരു ചെറിയ വീട് കാണും, നല്ല പച്ചിലകളും ഈന്തപ്പഴ വൃക്ഷങ്ങളും, അതിനകത്ത് സാധാരണ ഒരു സ്വിമ്മിംഗ് പൂളും വെള്ളവും എല്ലാം കൂടെ കാണും. ഞങ്ങൾ ഇങ്ങനെയുള്ള സ്ഥലത്ത് പോയി വീക്കെൻഡ്സിലൊക്കെ ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട്. ഒന്നിച്ച് ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനും ഒന്നിച്ച് ഞങ്ങൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി അങ്ങനെ ഫെലോഷിപ്പിനൊക്കെ ഞങ്ങൾ അങ്ങനെയുള്ള സ്ഥലത്ത് സ്പെൻഡ് ചെയ്യാറുണ്ടായിരുന്നു. ഗൾഫിലുള്ള അറബ്സിന്റെ വളരെ പണക്കാരായ അറബികളുടെ ചില സ്ഥലങ്ങളാണ്. അവർ ഈ മരുഭൂമി പോലെ കിടക്കുന്ന സ്ഥലത്തില് വില കൊടുത്ത് അവർ കുറച്ച് സ്ഥലം എങ്ങനെയെങ്കിലും കരസ്ഥമാക്കിയാൽ അവരാദ്യം അത് വേലി കെട്ടി മതിൽ കെട്ടി അങ്ങ് തിരിക്കുകയാണ്. മതിൽ കെട്ടി തിരിച്ചിട്ട് ഈ നാട്ടിൽ നിന്നുമൊക്കെ കൃഷിക്കാരെയൊക്കെ കൊണ്ടുപോയി 2-3 ജോലിക്കാരൊക്കെ അവിടെ അങ്ങ് താമസിക്കുക.
അവരവിടെ താമസിച്ച് ഈ ബോർവെല്ലൊക്കെ കുഴിച്ച് വെള്ളമൊക്കെ കണ്ടുപിടിച്ച് ഇവിടെ ചെടികളൊക്കെ വെച്ച് കെട്ടി എല്ലാം റെഡിയാക്കി വാസ്തവത്തിൽ അതൊരു ഗാർഡൻ പോലെ ആക്കി തീർക്കുകയാണ്. വീക്കെൻഡ്സിലൊക്കെ അവർക്ക് പോയി താമസിക്കാനും എൻജോയ് ചെയ്യാനായിട്ടൊക്കെയുള്ള സ്ഥലമാണ്. ഇവിടെ ഇത് എന്റെ മനസ്സിൽ ഈ ഭാഗം ഞാൻ വായിച്ചപ്പോൾ ഓടി വരും. നോക്കുക, കെട്ടിയടയ്ക്കപ്പെട്ടൊരു തോട്ടം. കെട്ടിയടയ്ക്കാതെ ഒരുപാട് സ്ഥലം കിടപ്പുണ്ട്. എന്നാൽ കെട്ടിയടയ്ക്കപ്പെട്ടൊരു തോട്ടം വാസ്തവത്തിൽ ഒരു കാര്യം മനസ്സിലാക്കുന്നു, അതിനൊരു ഉടമസ്ഥനുണ്ട്. അത് വില കൊടുത്ത് മേടിച്ചതാണ്. യെസ്, സഭയെക്കുറിച്ചൊന്ന് ഓർത്തു നോക്കിയേ, എന്തെല്ലാം സത്യമാണ്. സഭയെന്ന വാക്കിന്റെ അർത്ഥം തന്നെ വിളിച്ചു വേർതിരിച്ചവരുടെ കൂട്ടമെന്നാണ്. അതിനൊരു ഉടമസ്ഥനുണ്ട്. അതുകൊണ്ടാണ് അത് വേലി കെട്ടിയിരിക്കുന്നത്. അത് വില കൊടുത്ത് മേടിച്ചതാണ്. 3, മനോഹരമായി ചിന്തിച്ചു നോക്കിയേ, ഈ വില കൊടുത്ത് മേടിച്ചവൻ ലോകത്തിലുള്ള മറ്റ് സ്ഥലങ്ങളിലൊന്നും അവൻ അധ്വാനിക്കുന്നില്ല. അവന്റെ ശ്രദ്ധയും അധ്വാനം മുഴുവൻ എവിടെയാണ്? ഈ കെട്ടിയടയ്ക്കപ്പെട്ട സ്ഥലത്തിലാണ്. കർത്താവ് ഇന്ന് അതല്ലേ ചെയ്യുന്നത്? അവൻ മധ്യസ്ഥ ചെയ്യുന്ന ആർക്ക് വേണ്ടിയാണ്? സഭയ്ക്ക് വേണ്ടിയാ, ലോകത്തിന് വേണ്ടിയല്ല. നോക്കിയേ, അവൻ വാസ്തവത്തിൽ കഴിവുള്ളവരെ കൊണ്ടുവന്ന്, കൃഷിക്കാരെയൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഈ തോട്ടത്തിനകത്താക്കുന്നു. മലയാളികളൊക്കെ പലരും ഉണ്ട് ഈ കൃഷിക്കാരായിട്ട്. ഞാൻ അവരവിടെയൊക്കെ തന്നെ താമസിക്കുക. അവരത് നല്ല ബ്യൂട്ടിഫുൾ ആക്കും. നല്ല മരങ്ങളും പഴങ്ങളും ഒക്കെ ഉണ്ടാക്കി ഭയങ്കര രസമാക്കി തീർക്കും. നോക്കുക, അതിന് കഴിവുള്ള ചിലരെ കൊടുത്തു. ദൈവസഭയിലല്ലേ അവൻ കൃപാവരങ്ങളുള്ളവരെ കൊടുക്കുന്നത്? എന്തിനു വേണ്ടിയാണ്? ആ തോട്ടം നനയ്ക്കുവാൻ, കൃഷി ചെയ്യുവാൻ, പ്ലാന്റ് ചെയ്യുവാൻ. പൗലോസൊക്കെ പറയുന്നു, ഞാൻ നട്ടു, അപ്പൊല്ലോസ് നനച്ചു, ദൈവം വളരുമാറാക്കി. അവന്റെ തോട്ടം അത് നനയ്ക്കുവാൻ, അവിടെ നടുവാൻ അവൻ ദൈവദാസന്മാരെ കൊടുക്കുന്നു. അവരതിൽ അധ്വാനിക്കുന്നു. അവർ ലോകത്തിലല്ല, ലോകത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുന്നവരെ വാസ്തവത്തിൽ ഈ തോട്ടത്തിനകത്ത് കൊണ്ടുവന്നാക്കുകയാണ്. ആ തൈകളെ അവിടെ നടുകയാണ്. അവരെ ലോകത്തിലിട്ടല്ല ശുശ്രൂഷിക്കുന്നത്. ലോകത്തിൽ നിന്ന് തൈകളെ കൊണ്ടുവന്ന് ഈ തോട്ടത്തിന്റെ അകത്ത് നടുകയാണ്. നട്ടിട്ടാണ് അവിടെയാണ് സകല ശുശ്രൂഷയും നടക്കുന്നത്. എത്ര രസകരമായൊരു പഠനമാണ് സഭയെക്കുറിച്ച്. എന്റെ സഹോദരി, എന്റെ കഥ കെട്ടിയടയ്ക്കപ്പെട്ട ഒരു തോട്ടമാണ്. എ ഗാർഡൻ എൻക്ലോസ്ഡ് ഈസ് മൈ സിസ്റ്റർ മൈ സ്പൗസ്. സഭയുടെ മനോഹരമായ ചിത്രം ദൈവം കഴിഞ്ഞ നാളുകളിലെല്ലാം തിരുവചനത്തിൽ വെളിപ്പെടുത്തുന്നു. ഈ പാപമെങ്കിലുമായ ലോകത്തിൽ വേർതിരിക്കപ്പെട്ട ഒരു സ്ഥലത്തിൽ മാത്രമേ അവൻ വസിക്കുന്നുള്ളൂ. പ്രാകാരം, കോർട്ട് വേർതിരിക്കുമ്പോൾ 150 അടി നീളം 75 അടി വീതിയുള്ള ഒരു കോർട്ട് കെട്ടിയെടുത്തിട്ട് ആ കോർട്ടിനകത്താണ് സമാഗമന കൂടാരം പണിയുവാനായിട്ട് ആവശ്യപ്പെട്ടത്. പുതിയ നിയമത്തിൽ കടന്നു വരുമ്പോഴും സഭ കെട്ടിയടയ്ക്കപ്പെട്ടവരുടെ തോട്ടമാണ്. വാസ്തവത്തിൽ സഭ ദൈവത്തിനു വേണ്ടി വേർതിരിഞ്ഞ ഒരു കൂട്ടം ആളുകളുടെ. ഇസ്രായേലിനെ കുറിച്ച് വായിക്കുമ്പോഴും നമ്മളത് വായിക്കുന്നുണ്ട്. നമ്മള് 80 സങ്കീർത്തനത്തിന്റെ 12-13 വാക്യത്തിലൊക്കെ ആ വേലി കെട്ടിയതിനെ കുറിച്ച് വായിക്കുന്നുണ്ട്. ഉടമസ്ഥനുണ്ട്, വേർതിരിക്കപ്പെട്ടവരാണ്. ഇവിടെ നമുക്ക് വളരെ പ്രധാനമായിട്ട് പഠിക്കേണ്ട ഒരു വിഷയം എന്താണെന്നറിയാമോ? നമ്മൾ വേർപെട്ടവരായിരിക്കണം. ലോകത്തിൽ നിന്ന് വേർപെട്ടവരായിരിക്കണം. സഭയെന്ന് പറഞ്ഞാൽ വേർപെട്ടവരല്ലേ? നമ്മള് ദുരുപദേശങ്ങളിൽ നിന്നും ലോകത്തിൽ നിന്നും വേർതിരിക്കപ്പെട്ടവരായിരിക്കണം. ദൈവത്തിന് വേണ്ടി വേർതിരിഞ്ഞവരായിരിക്കണം നമ്മളെന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെയൊക്കെ കാവൽക്കാരുണ്ട്, അവിടെ ഈ തോട്ടം സൂക്ഷിക്കാൻ ആളുകളുണ്ട്. അതൊക്കെ നമുക്ക് ചിന്തിക്കാം. എന്നാൽ ഇവിടുത്തെ കാര്യങ്ങള് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. 12-ാം വാക്യത്തിൽ എടുത്തു പറഞ്ഞു, അടച്ചിരിക്കുന്ന ഒരു തോട്ടം എന്ന് മാത്രമല്ല, അടച്ചിരിക്കുന്ന ഒരു നീരുറവ, മുദ്രയിട്ടിരിക്കുന്ന ഒരു കിണർ. ഞാൻ ഓർപ്പിച്ചു, ആ ഗൾഫിലൊക്കെ അങ്ങനെയുള്ള സ്ഥലത്ത് അവർ ബോർവെല്ലുകൾ കെട്ടും, സ്വിമ്മിംഗ് പൂളുണ്ട്, ചിലപ്പം കുളങ്ങൾ പോലെ കാണും. മറ്റെങ്ങും വെള്ളമില്ലെങ്കിലും അവിടെ വെള്ളം കാണും. സ്വിമ്മിംഗ് പൂളിലൊക്കെ ഞാൻ പോയി കുളിച്ചിട്ടുണ്ട് ധാരാളം. നോക്ക്, അവിടെ ധാരാളം വെള്ളമുണ്ട്. ഈ ബോർവെല്ലിൽ നിന്ന് അവർ കുഴിച്ചെടുക്കുകയാണ്. ആ തോട്ടത്തിന് ആവശ്യമുള്ള വെള്ളം ആ തോട്ടത്തിലുണ്ട്. ഈ മരുഭൂമിയിൽ ഈ ഇങ്ങനെ വെള്ളമില്ലാത്തൊരു സ്ഥലമാണെങ്കിൽ അതും എന്ത് സംഭവിക്കും? അതൊരു മരുഭൂമിയായിട്ട് കിടക്കുകയുള്ളൂ. എന്നാൽ ലോകത്തിൽ നിന്ന് ഇതിനെ വ്യത്യാസമാക്കി തീർത്തത് അവിടെയുള്ള ജലാശയമാണ്. നമ്മളൊന്ന് ചിന്തിച്ചേ, സഭ വാസ്തവത്തിൽ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരായി തീർന്നതിന്റെ കാരണം എന്നാ? പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമാണ്, ദൈവാത്മാവാണ്. നമ്മെ ദൈവാത്മാവ് വീണ്ടും ജനിപ്പിച്ച്, ദൈവാത്മാവ് നമ്മളിൽ വസിച്ച്, ദൈവാത്മാവ് ഇവിടെ ശുശ്രൂഷകൾ ചെയ്ത്, ദൈവാത്മാവ് ഈ തോട്ടത്തെ ഒരു തോട്ടമാക്കി തീർക്കുന്നു. യെസ്, സങ്കീർത്തനങ്ങൾ എന്റെ മനസ്സാഭാഗത്തിലേക്കൊക്കെ അങ്ങ് പോവുകയാണ്. ദൈവത്തിന്റെ തോട്ടത്തെക്കുറിച്ച് വായിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. യെസ്, 68-ാം സങ്കീർത്തനത്തിന്റെ 18-ാം വാക്യം, 68-ന്റെ 18-ാം വാക്യം. എത്ര മനോഹരമായ ഒരു വാക്യമാണ്. ഞാൻ നേരത്തെ ആ ഭാഗത്തെക്കുറിച്ച് പ്രസംഗിച്ചിട്ടുണ്ട്, എന്നാൽ ഇവിടെ പ്രസംഗിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. 18-ാം വാക്യം നോക്കി, നീ ഉയരത്തിൽ കയറി ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി. യാഹ് എന്ന ദൈവത്തോട് വസിക്കേണ്ടതിന് നീ മനുഷ്യരോട് മത്സരികളോട് തന്നെ കാഴ്ച വാങ്ങിയിരിക്കുന്നു. ആ മലയാള ഭാഷാന്തര തെറ്റാണേ.
18-ാം വാക്യത്തിന്റെ അവസാനം മനുഷ്യരോടെന്നുള്ളത് മനുഷ്യർക്ക് മത്സരികൾക്ക്. അത് ഇംഗ്ലീഷിൽ വായിച്ചാൽ You have received gift from men, for the rebellious, that the Lord God might dwell among them. അവൻ ഉയരത്തിൽ കയറി ദാനങ്ങളെ മേടിച്ചത് ബദ്ധന്മാർക്ക് കൊടുക്കുകയാണ്. മനുഷ്യർക്ക് മത്സരികൾക്കെന്ന മലയാളത്തിൽ അത് മനുഷ്യരോടല്ല ദാനം മേടിച്ചത്, മനുഷ്യർക്ക് വേണ്ടി ഉയരത്തിൽ നിന്ന് മേടിച്ചു. കർത്താവ് ഉയരത്തിൽ കയറിപ്പോയി, അവൻ ദാനങ്ങളെ മേടിച്ച് മനുഷ്യർക്ക് കൊടുത്തു. എന്തിനു വേണ്ടി? യാഹെന്ന ദൈവത്തോട് വസിക്കണം. That the Lord God might dwell among them. നോക്കിയ വാക്യം, യേശുക്രിസ്തു ഉയരത്തിൽ കയറി പിതാവിനോട് ദാനങ്ങൾ മേടിച്ചു, മത്സരികൾക്ക് ദാനം കൊടുത്തു. എന്തിനു വേണ്ടി? That the Lord God might dwell among them. ജീവനുള്ള ദൈവം ഇറങ്ങിയെന്ന് അവരുടെ മധ്യത്തിൽ വസിപ്പാൻ. ദൈവമക്കളുടെ പഠനത്തിന് വേണ്ടി ഞാൻ പറഞ്ഞുവിടട്ടെ, ദൈവം വസിക്കുന്ന ഇടം മുഴുവൻ ശ്രദ്ധിച്ചാൽ ഒരു തോട്ടമാണ്. അവൻ ഏദനിൽ വസിച്ചു. ഏദൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്നാ? തോട്ടമെന്നാ, ഗാർഡൻ എന്നാണ്. ഏദൻ പർദീസ. പഴയ നിയമത്തിൽ യഹൂദൻ കെട്ടിയടയ്ക്കപ്പെട്ട ഒരു മുന്തിരിത്തോട്ടമാണ്. പുതിയ നിയമസഭ കെട്ടിയടയ്ക്കപ്പെട്ട തോട്ടമാണ്. ആത്മീക പർദീസയാണ് പുതിയ നിയമസഭ. ഇനി ഭാവിയിൽ നമ്മൾ കാണുന്നു 1000 ആണ്ട് വാഴ്ച പുതിയ ഭൂമിയൊക്കെ വീണ്ടും അവിടെ ഒരു തോട്ടത്തിൽ ദൈവം ഇറങ്ങി വരികയാണ്. ഏതെങ്കിലും തോട്ടത്തിൽ ഇറങ്ങി വന്നു. പുതിയ ഭൂമിയിൽ കാണുമ്പോഴും ജീവജല നദി ഇരുപക്ഷത്തും വൃക്ഷങ്ങളും ഒക്കെയാണ്. ഇന്ന് നമ്മളൊരു ആത്മീക പർദീസയിലാണ്. ഈ ആത്മീക പർദീസയിലാണ് ദൈവം വസിക്കുന്നത്. അവിടെ ദാനങ്ങളെ ദൈവം കൊടുത്തു, കർത്താവ് കൊടുത്തു. കൊടുത്ത ദാനത്തിൽ ആദ്യ ദാനം ഏതാണ്? പരിശുദ്ധാത്മാവ്. മാത്രമല്ല, അവൻ മനുഷ്യരെ ദാനമായിട്ട് കൊടുത്തു. അവൻ ചിലരെ അപ്പോസ്തലന്മാരായി, അവൻ ചിലരെ പ്രവാചകന്മാരായി, ഇടയന്മാരായി, ശുശ്രൂഷകന്മാരായി, ഉപദേശകന്മാരായിട്ടൊക്കെ കൊടുത്തു. കർത്താവാണ് ഗിഫ്റ്റുള്ളവരെ സഭയ്ക്ക് കൊടുക്കുന്നത്. എന്തിനു വേണ്ടിയാണ്? ഇവിടെ അവർ ശുശ്രൂഷിക്കണം. ഈ തോട്ടത്തിൽ അധ്വാനിക്കണം. ഈ തോട്ടത്തിൽ ജലാശയം കൊടുത്തു, പരിശുദ്ധാത്മാവിനെ കൊടുത്തു. ഈ തോട്ടം ഒരു വിളനിലമായി മാറണം. എന്ത് വലിയ ആശയങ്ങളാണ്! എത്ര വലിയ ആശയമാണ്! ആശയം മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ഇവിടെ ഒന്ന് ചിന്തിച്ചാട്ടെ. നീ അടച്ചിരിക്കുന്ന ഒരു നീരുറവയാണ്, മുദ്രയിട്ടിരിക്കുന്ന ഒരു കിണറാണ്. ഹെർ ഇൻവേർഡ് ലൈഫ്, അവരുടെ ഉള്ളിലുള്ള ജീവന്റെ തുടിപ്പിനെ കാണിക്കുന്നു. നിന്റെ ഉള്ളിൽ എന്തുണ്ട്? നീരുറവയും കിണറുമുണ്ട്. യെസ്, സീൽഡ് അപ്പ്. അതിന്റെ ഉള്ളിൽ അതുണ്ട്. നമുക്കറിയാം, ബോർവെല്ലും ഒക്കെ സീൽഡ് അപ്പ് വെല്ലാണ്. അതിനകത്ത് വെള്ളമുണ്ട്. പക്ഷെങ്കിൽ ഇത് പൊങ്ങി വരാത്തിടത്തോളം കാലം സഭയ്ക്ക് അതൊരു അനുഗ്രഹമായി മാറില്ലേ? പൊങ്ങി വരാത്തിടത്തോളം കാലം അതൊരു അനുഗ്രഹമായി മാറുന്നില്ലേ? നമ്മള് 12-13 വിട്ടൊരു 15-ാം വാക്യത്തിലേക്ക് ഒന്ന് വന്നാട്ടെ. 15-ാം വാക്യത്തിൽ വരുമ്പോൾ അവിടെ നമ്മൾ കാണുന്ന എന്താണ്? നീ തോട്ടങ്ങൾക്ക് ഒരു നീരുറവ, വറ്റിപ്പോകാത്ത കിണറ്, ലെബനോനിൽ നിന്ന് ഒഴുക്കുന്ന ഒഴുക്കൾ. ദൈവസഭയ്ക്ക് നീ ആരാണ്? നീ ഒരു നീരുറവയാണ്, നീ ഒരു കിണറാണ്, നീ ലെബനോനിൽ നിന്ന് ഒഴുക്കാണ്. ഈ ദൈവസഭയെ നനയ്ക്കുവാൻ ഇവിടെ മുദ്രയിട്ടിരിക്കുന്ന, സീൽ ചെയ്തിരിക്കുന്ന ജലാശയമാണ് നീ. പക്ഷെ നിന്നിൽ നിന്ന് അത് എങ്ങനെ ഒഴുകുന്നു? ഒരു നീരുറവ പോലെ ഒഴുകും. നീരുറവ ഒഴുകുന്നത് എങ്ങനെയാണ്? വളരെ ശാന്തമായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കും, അല്ലേ നീരുറവ? എന്നാൽ ഒഴുക്കുകൾ എങ്ങനെ? ശക്തമായിട്ട് ഒഴുകും. ഈ ഒഴുക്ക് എവിടെ നിന്ന് വരുന്നെന്നാ പറഞ്ഞേ? ലെബനോനിൽ നിന്ന് ഒഴുകുന്നു. ഉന്നതമായ സ്വർഗീയ പ്രതലത്തിൽ ജീവിച്ചതിന്റെ ഫലമായി അവിടെ നിന്നുള്ള ഒഴുക്കുകളാണ് എന്ത്? ലെബനോന്റെ ഒഴുക്കുകൾ. വളരെ ശക്തി കൂടിയ ഒഴുക്കുകൾ. ദൈവസഭയ്ക്കകത്തോട്ട് ചിലരിൽ കൂടെയുള്ള ഒഴുക്കുകൾ എങ്ങനെയാണ്? ശക്തി കൂടിയ ഒഴുക്കാണ് കേട്ടോ, ശക്തി കൂടിയ ഒഴുക്കാണ്. അവർ ചിലപ്പോൾ ആ ലെബനോനിൽ നിന്നുള്ള ഒഴുക്കുകൾ പോലെ ശക്തമായി ദൈവസഭയ്ക്കുള്ളിലേക്ക് അവർ ഒഴുകുകയാണ്. ചിലരെങ്ങനെയാണ്? ഒരു നീരുറവ പോലെയാണ്. കുറേശ്ശെ ജീവന്റെ തുടിപ്പ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. ഇനി ഇത് രണ്ടും ചിലപ്പോൾ വറ്റിപ്പോയാലും വറ്റിപ്പോകാത്ത ചിലരുണ്ട്. ആരാ? അവര് കിണറുകളാണ്. സഭയിലൊക്കെ അങ്ങനെയുള്ളവരുണ്ട്. മൗനമായിട്ടൊക്കെ ചിലപ്പോൾ ഇരിക്കും. ഈ വലിയ ഒഴുക്കും ചെറിയ ഒഴുക്കും ഒക്കെ നിന്നുപോയാലും നിന്നുപോകാത്ത ചില കിണറുകളുണ്ട്. ആ തോട്ടം നനയ്ക്കാൻ ആ വെള്ളം ആവശ്യത്തിനെടുക്കാൻ കഴിയും. ദൈവം തന്റെ സഭയിലെ ഇങ്ങനെയുള്ളവരെയൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട്. സഭയെ നനയ്ക്കുവാൻ, സഭയ്ക്ക് വെള്ളം കൊടുക്കുവാൻ, സഭയെ ശക്തമായിട്ട് ഒഴുകി നനയ്ക്കുവാൻ. അങ്ങനെ ഒഴുകി വന്നാലുള്ള ഗുണം എന്നാ? യെശയ്യാവ് 58:11. എത്ര മനോഹരമായൊരു വാക്യമാണ്. നമ്മുടെ പ്രാണനൊക്കെ എങ്ങനെ ഇരിക്കണമെന്ന് ഇവിടെ പറയുന്നുണ്ട്. നമ്മുടെ പ്രാണൻ എങ്ങനെ ഇരിക്കണം? യെശയ്യാവ് 58:11. നീ നനവുള്ളൊരു തോട്ടം പോലെ അനുഗ്രഹത്തിന്റെ പ്രതീകമാണ്. ദൈവസഭ നനഞ്ഞ തോട്ടം പോലെ ആയിരിക്കണം. നനഞ്ഞൊരു തോട്ടം പോലെ, വറ്റിപ്പോകാത്ത നീർ പോലെ നീ ആകണം. യെസ്, ജെരമ്യാവ് 31:12 ഉണ്ട്.
യെരമ്യാവ് 31:12 നിന്റെ പ്രാണൻ നനഞ്ഞിരിക്കുന്ന തോട്ടം പോലെ. സഭയിൽ വാസ്തവത്തിൽ പരിശുദ്ധാത്മാവിന്റെ തുടിപ്പ് ദൈവജനത്തിൽ കൂടെ ഒഴുകി ഈ തോട്ടം അങ്ങോട്ട് നനഞ്ഞിട്ട് അവിടെയുള്ള പ്രാണനൊക്കെ നനഞ്ഞ തോട്ടം പോലെയായി മാറണം. ഇവിടെ നമ്മൾ വായിക്കുന്നു, പ്രാണൻ നനഞ്ഞ തോട്ടം പോലെ, നീരുറവയുള്ള തോട്ടം പോലെ. പ്രിയപ്പെട്ട ദൈവമക്കളൊന്ന് ശ്രദ്ധിച്ചേ, കർത്താവ് പറഞ്ഞ വാക്കെന്താ? യോഹന്നാൻ 7:38-39 പറഞ്ഞ തന്നെ, എന്നിൽ വിശ്വസിക്കുന്ന ഉള്ളിൽ നിന്ന് ജീവന്റെ ജലനദി ഒഴുകും. അത് തന്നിൽ വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന ആത്മാവിനെ കുറിച്ചാണ് പറഞ്ഞത്. അതുപോലെ യോഹന്നാൻ 4:14 അത് ഉയരത്തിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയാവും. ബബ്ലിംഗ് അപ്പ്, ഫ്ലോയിങ് ഔട്ട്. അതെവിടെ നിന്ന് വരുന്നു? നമ്മുടെ ഉള്ളിൽ മുദ്രയിട്ടിരിക്കുന്ന കിണറാണ്. ഇറ്റ് ഹാസ് ടു കം ഔട്ട്. നോക്കുക, ദൈവസഭ കെട്ടിയടയ്ക്കപ്പെട്ട തോട്ടവും ആ തോട്ടത്തെ നനയ്ക്കുവാനായിട്ട് ധാരാളം ജലാശയങ്ങളെല്ലാം ദൈവം ഇവിടെ വെച്ചിരിക്കുകയാണ്. ഇന്നൊരു പരിശോധന നടത്തിക്കേ, ദൈവത്തിന്റെ തോട്ടത്തിൽ ഞാൻ ആരാണ്? ഈ തോട്ടത്തെ നനയ്ക്കുന്ന എന്നിലാ മുദ്രയിട്ടിരിക്കുന്ന കിണറുണ്ട്. ഇവിടെ നമ്മൾ വായിച്ച പോലെ നീ തോട്ടങ്ങൾക്കൊരു നീരുറവയാണ്, അടച്ചിരിക്കുന്ന ഒരു കിണറാണ്. എന്നാൽ നീ നീരുറവയാണ്, വറ്റിപ്പോത്ത കിണറാണ്, ലെബനോനിൽ നിന്നുള്ള ഒഴുക്കാണ്. ദൈവസഭയ്ക്ക് ഞാൻ എങ്ങനെയാണ്? എന്നിൽ നിന്ന് ഒഴുകുന്നില്ലെങ്കിൽ ദൈവസഭയുടെ കാര്യം എങ്ങനെയായിരിക്കും? അത് നനഞ്ഞൊരു തോട്ടം പോലെ ആകുവാൻ നോക്കുക. ഇങ്ങനെ നനഞ്ഞു കഴിഞ്ഞാൽ 13-ാം വാക്യം നോക്കിയാട്ടെ, നിന്റെ ചിനപ്പുകൾ എന്ന് പറഞ്ഞാൽ ദൈ പ്ലാന്റ്സ്. 13-ാം വാക്യം, നിന്റെ ചിനപ്പുകൾ ദൈ പ്ലാന്റ്സ്, വിശിഷ്ട ഫലങ്ങളോടുകൂടിയ മാതളത്തോട്ടം, മൈലാഞ്ചോടുകൂടെ ജഡമാംസിയും കുങ്കുമവും വൈങ്കും ലവംഗവും സകലവിധ കുന്തിരിക്ക വൃക്ഷങ്ങളും മൂരും അകലും സകലവിധ സുഗന്ധവർഗവും തന്നെ. എന്തൊക്കെയുണ്ട്? വിശിഷ്ട ഫലങ്ങൾ, വിത്ത് പ്ലസന്റ് ഫ്രൂട്ട്സ്. there is fruit and there is all kind of spices, sweet spices. കർത്താവിന്റെ പുനരുത്ഥാന ജീവിതവും കർത്താവിന്റെ മരണത്തിന്റെ സൗരഭ്യം, പുനരുത്ഥാനത്തിന്റെ സൗരഭ്യം കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ച പോലെ കച്ചവടക്കാരന്റെ സകലവിധ ചൂർണങ്ങളും നിറഞ്ഞിരിക്കുന്ന ഒരു തോട്ടം. അവസാനം അവള് പ്രിയനെ കാത്തിരിക്കുന്ന നോക്കിയേ, 7-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം. അവൾ വാതിക്കൽ കാത്തിരിക്കുകയാണ്. ആ വാതിൽ സഭയുടെ വാതിലാണ്. ദൂതായിപ്പഴം സുഗന്ധം വീശുന്നു, നമ്മുടെ വാതിക്കൽ സകലവിധ വിശിഷ്ട ഫലങ്ങളുമുണ്ട്. എന്റെ പ്രിയ, ഞാൻ നിനക്കായി പഴയതും പുതിയതും സംഗ്രഹിച്ചിരിക്കുന്നു. അവൾ ഇന്ന് ധാരാളം സൗരഭ്യമൊക്കെയുള്ള ഫലങ്ങളൊക്കെ നിറച്ച് പ്രിയന് വേണ്ടി കാത്തിരിക്കുകയാണ്. ദൈവസഭയിലേക്ക് അടുത്തു വരുമ്പോൾ, ആ വാതിക്കൽ അടുത്തു വരുമ്പോൾ അവൾക്ക് ഇന്ന് ധാരാളം ഫലങ്ങളുണ്ട്. ഒരിക്കൽ അവളുടെ തോട്ടത്തെക്കുറിച്ച് ചിന്തയില്ലാതെ അവൾ നടന്നു. ഇന്ന് ആ തോട്ടങ്ങൾ നിറഞ്ഞു ഫലം കൊണ്ട്. എന്നാൽ അവിടെ പ്രിയൻ എടുത്തു പറയാണ്, നിന്റെ ചിനപ്പുകൾ, ഓൾ ദൈ പ്ലാന്റ്സ് ആർ വിത്ത് പ്ലസന്റ് ഫ്രൂട്ട്, വിത്ത് ഓൾ കൈൻഡ് ഓഫ് സ്വീറ്റ് സ്പൈസസ്. എന്തൊരു ആത്മീക അർത്ഥങ്ങളാണ്! സകലവിധ സുഗന്ധ വർഗവും അവിടെയുണ്ട്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എടുക്കുന്നില്ല. ഇവിടെയെല്ലാം നമ്മളൊന്ന് ചിന്തിച്ചേ, നമ്മളിൽ ഉണ്ടാകുന്ന മനോഹരമായ ഫലങ്ങൾ, ആത്മീയ ഫലങ്ങൾ. 16-ാം വാക്യം കൂടെ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യം. വടതിക്കാറ്റെ ഉണരുക, തെന്നിക്കാറ്റെ വരിക, എന്റെ തോട്ടത്തിൽ വീശേണ്ടതിന്, സുഗന്ധവശം വീശേണ്ടതിന് അതിന്മേൽ ഊതുക. അത്രയും വായിച്ച വാക്ക് കർത്താവിന്റെ വാക്കാണ്. എന്റെ തോട്ടത്തിൽ ഊതുക. Awake, O north wind, blow upon my garden. എന്റെ തോട്ടത്തിന് മേൽ ഊതുക. ആരാണ് പറയുന്നത്? പ്രിയനാണ്. ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചേ, എന്തോ ഒരു ആത്മിക പുഷ്ടിയുള്ള നിറഞ്ഞു നിൽക്കുന്ന വാക്കുകളാണ്. നോക്കിയാട്ടെ, ആരാണ് ഈ കാറ്റിനെ ഉണ്ടാക്കുന്നത്? അവനാണ്. ബൈബിളിൽ ഒരുപാട് വാക്കുകളുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ. അവൻ കാറ്റിനെ അടിപ്പിക്കുന്നു. എന്നാൽ ഇവിടെ നോക്കിയാട്ടെ, വടതിക്കാറ്റും തെന്നിക്കാറ്റും. എന്തിനാ ഈ രണ്ട് കാറ്റും അടുപ്പിക്കുന്നത്? വടതിക്കാറ്റ്, നോർത്ത് വിൻഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കൊടും ശൈത്യമുള്ള കാറ്റാണ്. എല്ലിൽ കുത്തിക്കയറുന്ന തണുപ്പ് തരുന്ന കാറ്റാണ് വടതിക്കാറ്റ്. കേട്ടോ, വളരെ ബുദ്ധിമുട്ടുള്ള, പ്രത്യേകിച്ച് ആ നാട്ടിൽ വടതിക്കാറ്റെന്ന് പറഞ്ഞാൽ ഭയങ്കര ശൈത്യമാണ്. എന്നാൽ തെന്നിക്കാറ്റോ, വാം ബാമി വിൻഡ്, ചൂടുള്ള സുഖമുള്ള ഒരു കാറ്റ്, ചൂടുള്ള സുഖമുള്ള കാറ്റ്. എന്നാൽ വടതിക്കാറ്റ് വളരെ തണുപ്പുള്ള കാറ്റ്, വളരെ ശൈത്യമുള്ള കാറ്റ്. ഈ എന്റെ തോട്ടത്തിൽ ഇത് രണ്ടും ഞാൻ വീശും. ഈ രണ്ട് കാറ്റും വീശും. എന്തിനാണെന്നറിയാമോ? നമ്മള് വീണ്ടും വായിച്ചാൽ നമ്മള് ആ തോട്ടത്തിൽ നഷ്ടപ്പെട്ട വൃക്ഷങ്ങളാണ്. നമ്മൾ കൊലോസ്യർ 2:7 വായിച്ചാട്ടെ. കൊലോസ്യർ 2:7, റൂട്ടഡ് ഇൻ ഹിം, അവനിൽ വേരൂന്നി ആത്മീയഫലം കായ്ക്കണം. ഞാൻ പ്രിയപ്പെട്ടവരോട് ചോദിക്കട്ടെ, കാറ്റടിക്കുന്നിടത്ത് നിൽക്കുന്ന വൃക്ഷമാണോ, കാറ്റടിക്കാത്തടത്ത് നിൽക്കുന്ന വൃക്ഷമാണോ വേര് താഴോട്ട് ഇറങ്ങുന്നത്?
കാറ്റടിക്കുന്ന നിലത്ത് നിൽക്കുന്ന വൃക്ഷമാണ്. ഗൾഫിൽ ഞാൻ ജോലി ചെയ്തപ്പോൾ ഒരനുഭവം ഞാൻ പറയാം. ഞാൻ താമസിച്ച വീട്ടിൽ നിന്ന് നേരെ റോഡിലോട്ട് കയറിയ 2 വശത്തും ചെടികളാണ്, വൃക്ഷങ്ങളാണ്, മരങ്ങൾ ഇങ്ങനെ വളർന്നു നിൽക്കുക. താഴോട്ട് നോക്കിയാൽ അറിയാം ഡ്രിപ്പിംഗ് സിസ്റ്റമാണ്, പൈപ്പ് ഇങ്ങനെ കിടക്കുക, വെള്ളം ഇങ്ങനെ ഡ്രിപ്പ് ചെയ്ത് അവിടെ നനഞ്ഞിരിക്കുക. ഒരു ദിവസം അവിടെ കാറ്റും മഴയുണ്ടായി കഴിഞ്ഞപ്പോൾ ആ വിവരം പിടികിട്ടിയത് ഈ നിൽക്കുന്ന മരത്തിൽ പലതും പെടന്നുപോയി. വിവരം എന്നാണെന്നറിയാവോ? ഇതിന്റെ വേരൊന്നും താഴോട്ട് പോകാറില്ല. ഈ ഡ്രിപ്പിംഗ് സിസ്റ്റം മോളിൽ മാത്രം വെള്ളമുള്ളൂ. ആ വേരുകളൊക്കെ മോളിൽ നിൽക്കുക. ഒരു കാറ്റടിഞ്ഞപ്പോ എന്തോ പറ്റി, അത് മറിഞ്ഞ് താഴെ വീണു. കേട്ടോ, നമ്മുടെ വേരുകൾ താഴോട്ടിറങ്ങാൻ, കാറ്റ് അടിക്കുന്ന സ്ഥലത്ത് നിൽക്കുന്ന വൃക്ഷങ്ങൾ വേരുകൾ താഴോട്ട് ഇറങ്ങിപ്പോകും. ആത്മികമായി നമ്മളിവിടെ വായിച്ച കൊലോസ്യർ, വി ഹാവ് ടു ബി റൂട്ടഡ് ഇൻ ഹിം. അവനിൽ നമ്മൾ വേരൂന്നണം. നമ്മുടെ വേരുകൾ, ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകൾ, നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, നമ്മൾ അനുഭവിക്കുന്ന കഷ്ടങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മൾ അവനോടങ്ങ് പറ്റിച്ചേരുവാനിടയാകും. അവനോട് പറ്റിച്ചേരും. ആ വേരുകൾ അവനിലേക്ക് അങ്ങ് ഇറക്കുവാൻ നമ്മളെ അനുവദിക്കുകയാണ്. ഏതായാലും അത് മാത്രം പോരാ. അങ്ങനെ കഷ്ടങ്ങൾ മാത്രം നമ്മുടെ ജീവിതത്തിൽ തന്നോണ്ടിരുന്നാലോ ഈ വൃക്ഷം ഉണങ്ങിപ്പോകും. എന്നാൽ അവിടെ എന്ത് സംഭവിക്കും? അങ്ങനെ ഇരിക്കുമ്പോൾ അവൻ ഉത്സാഹിപ്പിക്കുന്ന ചില കാറ്റുകൾ, ചൂടുള്ള ചില കാറ്റുകൾ, നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന ചില കാറ്റുകൾ, നമുക്ക് ആനന്ദം തോന്നുന്ന ചില കാറ്റുകൾ നമ്മളെ അവൻ ഉത്സാഹിപ്പിക്കുന്നു. ഹി നറിഷസ് ആൻഡ് ഹി ചെറിഷസ്. അവൻ നമ്മളെ പോറ്റുന്നു, പുലർത്തുന്നു. ഈ 2 കാറ്റ് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. നമ്മുടെ ആത്മീയ വർധനയ്ക്ക് ഇത് 2 ആവശ്യം. നമ്മളെ ഈ ജീവിതത്തിൽ സംഭവിക്കുന്നതൊന്നും അവിചാരിതമല്ല, കർത്താവ് അറിയാതെയുമല്ല. നമുക്കിവിടെ വെച്ച് എന്തുകൊണ്ട് എന്ന് ചോദിച്ചോളൂ. എന്റെ ജീവിതത്തിൽ തന്നെ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്തിനാ ജീവിക്കുന്നതെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. കർത്താവിന്റെ അടുക്കൽ മരിച്ച് കടന്നു പോകണമെന്ന് ഞാൻ ചിന്തിച്ച സന്ദർഭങ്ങളുണ്ട്. വാസ്തവത്തിൽ വെറുതെ പറയുന്നതല്ല, അലങ്കാര ഭാഷയിൽ പറയുന്നതല്ല. വാസ്തവത്തിൽ രക്ഷിക്കപ്പെട്ട ശേഷം മരിക്കാൻ കൊതിച്ചിട്ടുണ്ട്. ജീവിതത്തിൽ അനുഭവിച്ച ചില പ്രയാസങ്ങളുടെ മുഖത്തിൽ അങ്ങ് പോകണം, ഇനിയും കർത്താവിന്റെ അടുക്കൽ ഇരുന്നാൽ മതി, എന്നെ എടുക്കണമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷെങ്കില് അവിടെയൊക്കെ കർത്താവിനോടൊക്കെ പറ്റിച്ചേരാൻ എന്നെ അനുവദിക്കുകയായിരുന്നു. അങ്ങ് നമ്മൾക്ക് ആ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുന്നുള്ളൂ. അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കുമെന്ന് പറഞ്ഞ പോലെ വാസ്തവത്തിൽ അവന്റെ കരം നമുക്ക് മനസ്സിലാക്കാൻ നമ്മളെ അനുവദിക്കും. നമുക്ക് സുഖം മാത്രം തരികയാണെങ്കിൽ, എല്ലാം നമുക്ക് തരികയാണെങ്കിൽ, നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാം തന്ന് നമ്മളെ അതിലെ നടത്തുകയാണെങ്കിൽ നമ്മൾ വാസ്തവത്തിൽ ആത്മീയമായി വളരില്ല, നമ്മുടെ ആത്മീയ ഫലങ്ങൾ ഉണ്ടാകില്ല. നമ്മളെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക. ആപ്പിൾ തന്നെ, ഇവിടെ ആപ്പിൾ കിട്ടും. ഈ ആപ്പിളിന് പല ടേസ്റ്റാണ്. ഏറ്റവും ടേസ്റ്റുള്ള ആപ്പിൾ ഏതാണെന്നറിയാമോ? ഏറ്റവും തണുപ്പുള്ളിടത്ത് നിൽക്കുന്ന കാശ്മീരിൽ നിന്നൊക്കെ വരുന്ന ആപ്പിളിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അല്ലാത്തടത്തുനിന്ന് വരുന്ന ആപ്പിളൊക്കെ ഉണ്ടല്ലോ, കടിച്ചാൽ ഒരുമാതിരി പതപതാന്നിരിക്കും. മറ്റേ നല്ല ക്രിസ്പിയാണ്. കാരണം അതിന്റെ ആ ടെക്സ്ചർ ഉണ്ടല്ലോ, അതിന്റെ ആ അകത്തെ ഘടകം ഈ കാലാവസ്ഥ കൊണ്ട് അതിനെ അങ്ങോട്ട് പാകമാക്കി എടുക്കുകയാണ്. ദിസ് ഇസ് സ്പിരിച്വൽ ഫ്രൂട്ട്. നമ്മളിലുണ്ടാകുന്ന ആത്മീക ഫലങ്ങള്, നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന കാറ്റുകളും കൊടുങ്കാറ്റുകളൊക്കെ നമ്മളെ വാസ്തവത്തിൽ ആത്മീക ഫലങ്ങൾ, അത് നമ്മുടെ ടെക്സ്ചറിനെ കർത്താവ് നല്ലതാക്കി തീർക്കുകയാണ്. യെസ്, നമുക്കിന്ന് അറിഞ്ഞുകൂടാ. പത്രോസിനെയൊക്കെ എടുത്തിട്ട് പാറ്റി, അല്ലേ? ഗോതമ്പ് പാറ്റുന്ന പോലെ നിന്നെ പാറ്റിയെന്നാ. മുറത്തിനകത്തൊക്കെ എടുത്തിട്ട് പാറ്റിയാൽ എങ്ങനെ ഇരിക്കും? പക്ഷെ ആ പാറ്റിയത് കൊണ്ടാ പത്രോസിന്റെ പതിരൊക്കെ പോയത്, അവന്റെ ചെളിയൊക്കെ പോയത് അതുകൊണ്ടാ. നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാം അവൻ അറിയാതല്ല എന്ന് ഓർക്കുക. ദാവീദിന്റെ ജീവിതം ഒരു വലിയ പാഠമാണ്. ശിമെയി ശപിച്ചുകൊണ്ട് അവന്റെ പുറകെ നടന്നപ്പോൾ ഞാൻ പലപ്പോഴും ഓർക്കുന്ന ഒരു വാക്യമാണ് 2 ശമൂവേൽ 16:7 തൊട്ടുള്ള വാക്യത്തിലെ 10-ാം വാക്യത്തിൽ ദാവീദ് പറയുന്നു, അവൻ ശപിക്കട്ടെ. ശിമെയി ശപിച്ചുകൊണ്ട് പുറകെ വരുമ്പോൾ വാളൂരി അവനെ വെട്ടുവാൻ തന്റെ കൂടെയുള്ളവർ ധൈര്യപ്പെട്ടപ്പോൾ ദാവീദ് പറഞ്ഞു, അവൻ ശപിക്കട്ടെ. ദാവീദിനെ ശപിക്കാൻ യഹോവ അവനോട് പറഞ്ഞിരിക്കുന്നു. കർത്താവ് കെട്ടപ്പെട്ട് പീലാത്തോസിന് മുന്നിൽ നിന്നപ്പോൾ, അവനൊന്നും മിണ്ടാതെ നിന്നപ്പോൾ പീലാത്തോസ് പറഞ്ഞു, എനിക്ക് നിന്നെ ക്രൂശിപ്പാൻ അധികാരമുണ്ടെന്ന് അറിയാമെന്ന് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, മേലിൽ നിന്ന് നിനക്ക് കെട്ടിയിട്ടില്ലെങ്കിൽ എന്റെ മേൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. ദൈവമക്കൾ, ഒരു കാര്യം മറക്കല്ലേ, നമ്മുടെ തലയിലെ ഒരു രോമം പോലും അവനറിയാതെ പൊഴിയില്ല. അത് മുഴുവൻ എണ്ണിയിരിക്കുകയാണ്. നമ്മളെ അതുപോലെ ശ്രദ്ധിക്കുന്ന ഒരു കർത്താവ്. നമ്മൾ അങ്ങി ചെല്ലുമ്പോഴേ മനസ്സിലാകുള്ളൂ നിത്യയുടെ കൺമുമ്പിൽ ഇതെല്ലാം നന്മയ്ക്കായിരുന്നു. നമുക്കന്ന് ആ സന്തോഷമോർത്ത് വാസ്തവത്തിൽ അതിന്റെ മഹത്വം കണ്ട് നമുക്ക് സന്തോഷിപ്പാൻ കഴിയും. ഇവിടെ അതുകൊണ്ടാണ് വടതിക്കാറ്റും തെന്നിക്കാറ്റും ആ തോട്ടത്തിൽ പ്രിയൻ ഊതുന്നത്. എന്നാൽ ഈ തോട്ടത്തിൽ ഊതുമ്പോൾ പ്രിയൻ പറഞ്ഞു, സുഗന്ധം വീശട്ടെ. പ്രതികൂലങ്ങളിലും സൗരഭ്യം വീശുന്നു, അനുകൂലത്തിലും സൗരഭ്യം വീശുന്നു. അത് ആത്മീയ പക്വതയാണ്. തെന്നിക്കാറ്റടിച്ചാലും വടതിക്കാറ്റടിച്ചാലും അതിൽ നിന്ന് പുറത്തു വരുന്നത് എന്താണ്? സൗരഭ്യമാണ്. നമുക്ക് എല്ലാം നന്നായിരിക്കുമ്പോൾ മാത്രം ആത്മീയരായി ജീവിച്ചിട്ടല്ല കാര്യം.
നമുക്ക് പ്രതികൂലം വരുമ്പോഴും ഈ കാറ്റടിക്കുമ്പോൾ സൗരഭ്യം പുറത്തു വരുന്നതാണ് ആത്മീയത്വം. ഇവിടെ അതാണ് നമ്മൾ കാണുന്നത്. അടുത്തായിട്ട് വായിക്കുന്നതന്നെ പ്രിയയുടെ വാക്കാണ്. പ്രിയ എന്താണ് പറയുന്നത്? പ്രിയയുടെ വാക്ക് ശ്രദ്ധിച്ചാട്ടെ. എന്റെ പ്രിയൻ തന്റെ തോട്ടത്തിൽ വന്ന് അതിന്റെ വിശിഷ്ടഫലം ഭജിക്കട്ടെ. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ആ പ്രിയന്റെ തൃപ്തി എന്തായിരിക്കും? അവൾ പറയുന്ന വാക്കാണ്, എന്റെ പ്രിയൻ വന്നത് ഭക്ഷിക്കട്ടെ. ഈ പ്രതികൂലം വരട്ടെ, എനിക്ക് അനുകൂലം വരട്ടെ, അവൻ എന്റെ മേൽ കാറ്റടിപ്പിക്കട്ടെ, എന്റെ പ്രിയൻ ആ ഫലങ്ങൾ ഭുജിക്കട്ടെ. നമ്മളിവിടെ ഒരു കാര്യം മറക്കാതെ നമ്മൾ പഠിക്കണം. ആത്മീയ ഫലങ്ങൾ ഒരിക്കലും നമുക്ക് വേണ്ടിയുള്ളത്, നമ്മളിൽ ഉണ്ടാകുന്ന ആത്മീയ ഫലം നമുക്കല്ല, നമുക്ക് വേണ്ടിയല്ല. ഇറ്റ് ഈസ് ഫോർ അതേഴ്സ്. ആദ്യം ആ പ്രിയന് വേണ്ടിയാണ്. അവനത് ഭുജിക്കട്ടെ, അവനത് ആസ്വദിക്കട്ടെ. എന്നിലുണ്ടായ ഫലങ്ങൾ അവനത് ആസ്വദിക്കട്ടെ. ലെറ്റ് മൈ ബെലവഡ് കം ഇൻ ടു ഹിസ് ഗാർഡൻ ആൻഡ് ഈറ്റ് ഹിസ് പ്ലസന്റ് ഫ്രൂട്ട്. എന്തൊരു വാക്കാണത്! നമ്മുടെ ജീവിതത്തിൽ അത് പറയാൻ കഴിയുമോ? നമ്മുടെ ജീവിതത്തിൽ അത് പറയാൻ കഴിയും. എന്റെ പ്രിയൻ, ലെറ്റ് ഹിം കം ആൻഡ് ടേസ്റ്റ് ഇറ്റ്. അവൻ വാസ്തവത്തിൽ രുചിക്കുകയാണ്. പത്രോസിന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അന്യായമായി കഷ്ടം സഹിക്കുമ്പോൾ അതവന് പ്രസാദമാണെന്ന് വായിക്കുന്നു. അതൊരു ഫലമാണ്. നമ്മളെ ചിലപ്പോൾ ഈ ലോകം നോവിക്കുമ്പോൾ, ഈ ലോകത്തിൽ നമ്മൾ ന്യായമല്ലാത്തതിനു വേണ്ടി കഷ്ടം സഹിക്കുന്ന ചില സന്ദർഭങ്ങളുണ്ട്. തിരുവനന്തപുരത്തിൽ വായിക്കുന്നു, അതാ പ്രിയൻ ഫലം ഭുജിക്കുകയാണ്. അവളിലുള്ള ആത്മീയ ഫലം അവൻ കാണുകയാണ്. അതിന്റെ 5ന്റെ ഒന്നുകൂടെ ഞാൻ നിർത്തിക്കൊള്ളാം. 5ന്റെ 1. എന്റെ സഹോദരി, എന്റെ കാന്തേ, ഞാൻ എന്റെ തോട്ടത്തിൽ വന്നിരിക്കുന്നു. ഞാൻ എന്റെ മൂറും സുഗന്ധവർഗവും പെറുക്കി. ഞാൻ എന്റെ തേൻകട്ട തേനോടുകൂടെ തിന്നു, എന്റെ വീഞ്ഞ് പാലോടുകൂടെ കുടിച്ചിരിക്കുന്നു. ഞാൻ ചുവന്ന പക്ഷി കൊണ്ട് എന്റെ എന്നുള്ളത് ഇവിടെ അങ്ങ് അണ്ടർലൈൻ ചെയ്തു. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, എത്ര പ്രാവശ്യം അത് പറഞ്ഞ്, എന്റെ സഹോദരി, എന്റെ കാന്ത, ഞാൻ എന്റെ തോട്ടം, എന്റെ മൂറും സുഗന്ധവും, എന്റെ തേൻകട്ട, എന്റെ വീഞ്ഞ്. ആരാണ് അതിന്റെ ഉടമസ്ഥൻ? അവനാണ്. എന്റെ പ്രിയ, എന്റെ ഭാര്യ എന്ന് എനിക്ക് എന്റെ ഭാര്യയെ കുറിച്ചേ പറയാനൊക്കെ ഉള്ളൂ. ഞാനാണ് അവകാശി. കർത്താവ് പറയുന്ന വാക്ക് ശ്രദ്ധിക്കുക, എന്റെ സഹോദരി, എന്റെ കാന്ത. അവനാണ് സഭയുടെ ഉടമസ്ഥൻ. എന്റെ കാന്ത, എന്റെ സഭ എന്ന് കർത്താവ് പറയുന്നു. എന്നാൽ അവിടെ വായിക്കുന്നു, ഞാൻ എന്റെ മൂര് അവൻ തന്നെ വളർത്തിയെടുത്തതാണ്, എന്റെ തേൻകട്ട അവൻ തന്നെ അത് പാകമാക്കി എടുത്തതാണ്, എന്റെ വീഞ്ഞ് പാലോടുകൂടെ അവനാണത് അവളിൽ വളർത്തിയെടുത്തത്. ആ ലെബനോന്റെ അനുഭവം, കനാന്റെ അനുഭവം അവളിൽ വളർത്തിയെടുത്തത് അവനാണ്. ഞാനത് പെറുക്കിയെടുത്തു. ഞാൻ എന്റെ ബൈബിളില് പെറുക്കി എന്നുള്ള വാക്ക് ചുവന്ന മഷി കൊണ്ട് വട്ടത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. കാരണം അതെന്നെ പലപ്പോഴും നോക്കുമ്പോൾ ചിന്തിപ്പിക്കും. എന്തിനാണെന്നറിയാമോ? അവന്റെ സഭയിൽ അവൻ കടന്നു വരുമ്പോൾ അവൻ എല്ലാവരിൽ നിന്നും ഇത് കിട്ടുന്നില്ല. പക്ഷെ അവന് പെറുക്കിയെടുക്കുവാനുണ്ട് അവിടെ. അർത്ഥം കണ്ടോ? അവനത് പെറുക്കിയെടുക്കുകയാണ്. അവന് സഭയിൽ കടന്നു വരുമ്പോൾ എല്ലാ ദൈവജനത്തിലും ഈ പക്വതയും ഈ തേനും പാനും ഈ അനുഭവങ്ങളും കാണുന്നില്ലെങ്കിലും അവന് പെറുക്കിയെടുക്കുവാനുണ്ട് അവിടെ. ചിലരിലെങ്കിലും ഉണ്ട്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് അവന്റെ ആ പദം എഴുതി അത് പെറുക്കിയെടുക്കുകയാണ്. എന്തൊരാശയമാണെന്ന് നോക്കിയാട്ടെ. അവൻ തന്റെ തോട്ടത്തിൽ വന്ന് അവന്റേത് പെറുക്കിയെടുക്കുവാൻ ഡിലൈറ്റഡ് ആണ്. നമ്മളൊരു തോട്ടത്തിൽ കടന്നു ചെല്ലുമ്പോൾ, ചിലപ്പോൾ തോട്ടത്തിൽ പോയിട്ടുള്ളവർക്ക് അറിയാം അല്ലേ, അവിടെ ചില വൃക്ഷങ്ങളൊന്നും കായ്ക്കുന്നില്ല. ചിലതിനകത്ത് കുറച്ച് കായേ ഉള്ളൂ, ചിലതിനകത്ത് കായ്കളുണ്ട്. ആ ഉടമസ്ഥന് കടന്നു ചെന്നാൽ പെറുക്കുവാനായിട്ടുണ്ട് ചിലത്. യെസ്, എന്നിൽ നിന്ന് ആ ഫലങ്ങളുണ്ടോ? എന്റെ പ്രിയൻ തോട്ടത്തിൽ ഇറങ്ങി വരുമ്പോൾ അവന് കൊടുക്കുവാൻ എനിക്ക് ഫലമുണ്ടോ? ഇവിടെ വായിക്കുന്നു, ഞാനത് പെറുക്കിയെടുത്തു എന്ന് പറഞ്ഞാൽ അതിന്റെ ദൈർലഭ്യമാണല്ലോ അവിടെ കാണിക്കുന്നത്. യെസ്, ഗാതേർഡ് എന്ന ഇംഗ്ലീഷിൽ, ഐ ഹാവ് ഗാതേർഡ് നോട്ട് ടു ബി സീൻ ഇൻ എവ്രി ലൈഫ്, നോട്ട് അവൈലബിൾ ഇൻ എവ്രി വൺ, ബട്ട് ഹി ക്യാൻ ടേക്ക് ഫ്രം അറ്റ്ലീസ്റ്റ് സം വൺ. പെറുക്കി എന്ന് പറയുമ്പോൾ ഇറ്റ്സ് അവൈലബിൾ ഫോർ ഹിം ബട്ട് നോട്ട് ഇൻ അബണ്ടൻസ്. എല്ലാവരിലും അത് കാണാൻ കഴിയുന്നില്ല, പക്ഷെ അവനത് പെറുക്കിയെടുക്കാൻ കഴിയും. എന്നാൽ ഇവിടെ അവന് ഒരു വാക്ക് പറഞ്ഞു. എന്താണ്? എന്റെ വീഞ്ഞ് പാലോടുകൂടെ കുടിച്ചിരിക്കും. എന്റെ വീഞ്ഞ് പാലോടുകൂടെ കുടിച്ചു. നമ്മൾ നേരത്തെ അവിടെ അധരത്തിൽ നിന്ന് തേൻ പൊഴിക്കുകയും നാവിന്റെ കീഴിൽ തേനും പാലും ഉണ്ടെന്ന് പറഞ്ഞു. അതിന്റെ 11ാം വാക്യത്തില് ഇല്ലേ, ഇവിടെ വായിക്കുന്നു, എന്റെ വീഞ്ഞ് പാലോടുകൂടെ കുടിച്ചു. പഴയ കാലത്തിൽ കർത്താവ് ഈ ലോകത്തിലായിരുന്ന സമയമൊക്കെ വാസ്തവത്തിൽ പാലിനകത്ത് ഇത് വീഞ്ഞും കൂടെ മിക്സ് ചെയ്ത് കുടിക്കുമായിരുന്നു. പലസ്തീനിലൊക്കെ അങ്ങനെ കുടിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. അത് വിശിഷ്ടമായ ഒരു പാനീയമായിരുന്നു.
ഇത് രണ്ടും നമ്മളൊന്ന് ഓർത്തേ, ഹൃദയത്തിന് വളരെ ആനന്ദം കൊണ്ടുവരുന്നത്. വീഞ്ഞ് വാസ്തവത്തിൽ ഹൃദയത്തിൽ സന്തോഷം കൊണ്ടുവരുന്ന കാര്യമാണ്. വീഞ്ഞ് അല്ലെ, വീഞ്ഞ് സന്തോഷിപ്പിക്കുന്നു, സന്തോഷത്തിന്റെ സിമ്പിളാണ്. നമ്മൾ നാസ്രൂതം പഠിച്ചപ്പോഴും അവിടെ ഓർത്തതാണ്. ഇത് രണ്ടും കൂടെ ഒന്ന് ചിന്തിച്ചു നോക്കിയ സഭയിൽ ഈ വീഞ്ഞും പാലും കൂടെയുള്ള ഒരു സന്ദർഭം. യോഹന്നാൻ 15:11 കർത്താവ് പറഞ്ഞു, എന്റെ സന്തോഷം നിങ്ങളിൽ ഇരിപ്പാൻ. എന്റെ സന്തോഷം, ശ്രദ്ധിച്ചോണേ, ഈ പറയുന്ന വാക്ക് ശ്രദ്ധിച്ചോണം. എന്റെ സന്തോഷം നിങ്ങളിൽ ഇരിപ്പാൻ. 2 വചനം, യോഹന്നാൻ 15:7 എന്റെ വചനം നിങ്ങളിലും. രണ്ടിടത്തും എന്റേതെന്നാ പറഞ്ഞത്. എന്റെ സന്തോഷം നിങ്ങളിൽ, എന്റെ വചനം നിങ്ങളിൽ. യോഹന്നാൻ 15:11 15:7. ഇത് രണ്ടുമല്ലേ ഇത് കാണിക്കുന്നത്? എന്റെ വീഞ്ഞും എന്റെ പാലും. എന്റെ സന്തോഷം നിങ്ങളിൽ ഇരിപ്പാൻ, എന്റെ വചനം നിങ്ങളിൽ ഇരിപ്പാൻ. അതായത് കർത്താവിന്റെ സന്തോഷവും കർത്താവിന്റെ വചനവും കൂടെ ഒന്നിച്ചവിടെ ആ കൂടിച്ചേരുമ്പോൾ ഉള്ളൊരു സന്തോഷം. ഹിസ് വേർഡ് ആൻഡ് ഹിസ് ജോയ് dwells abundantly in his church. അവന്റെ വചനത്തിന്റെ ധാരാളമായ ആ ഒരു പ്രദർശനം, അല്ലെങ്കിൽ എന്റെ വചനം നിങ്ങളിലും, അതുപോലെ തന്നെ എന്റെ സന്തോഷം നിങ്ങളിൽ. കർത്താവ് എടുത്തു പറഞ്ഞു, എന്റെ വീഞ്ഞും പാലും. ഇറ്റ് ഈസ് ഹിസ് ജോയ് ആൻഡ് ഇറ്റ് ഈസ് ഹിസ് വേർഡ്. മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറഞ്ഞേ? ഇറ്റ് ഈസ് ഹിസ് ജോയ് ആൻഡ് ഇറ്റ് ഈസ് ഹിസ് വേർഡ് ദാറ്റ് ഹി ഹാസ് ഗിവൺ ടു അസ്. നമുക്ക് തന്നത് അവന്റെ വചനവും അവന്റെ പാലുമാണ്. യെസ്, ഇത് ദൈവസഭയിൽ അബണ്ടന്റ് ആയി തീരുകയാണ്. ആ പാലും തേനും വീഞ്ഞും കൂടെ അങ്ങ് സമൃദ്ധമായി, വചനവും ആ വചനം പഠിക്കുന്നത് പോലും കർത്താവിന്റെ സന്തോഷവും സമൃദ്ധമായി അനുഭവിപ്പാനായിട്ട് കഴിയുന്നു. അത് കഴിഞ്ഞപ്പോൾ അവൻ വിളിക്കുകയാണ്, സ്നേഹിതരെ വന്ന് തിന്നുവീൻ, പ്രിയരെ വന്ന് കുടിക്കുവിൻ, കുടിച്ച് മത്തരാകുവീൻ. Eat, oh friends, drink abundantly. അതിന്റെ അർത്ഥം എന്താണ്? ഈ ഭവനത്തിൽ ഇത് ധാരാളമുണ്ട്. ഡ്രിങ്ക് അബണ്ടന്റ്ലി എന്ന മലയാളത്തിൽ കുടിച്ച് മത്തരാകുവെന്ന, കുടിച്ച് മത്തരാകുക എന്നില്ല ഇംഗ്ലീഷില്, അല്ലെ? ഡ്രിങ്ക് എന്ന ഓ ഈറ്റ് ഓ ഡ്രിങ്ക്, ഈറ്റ് ഓ ഫ്രണ്ട്സ് ഡ്രിങ്ക്, ഡ്രിങ്ക് അബണ്ടന്റ്ലി എന്ന, ധാരാളമായി നിങ്ങൾ കുടിക്കുക, അല്ലാതെ കുടിച്ച് മത്തരാകാനല്ല. എന്ന് പറഞ്ഞാൽ ആ സ്നേഹിതരെ വിളിക്കുകയാണ്, അനേകരെ ആഹ്വാനം ചെയ്യുകയാണ്. ദൈവസഭയിൽ ഈ വചനവും ഈ സന്തോഷം രണ്ടും കൂടെ വേണം. യെസ്, പലയിടത്തും വചനമുണ്ട്, പക്ഷെ എന്തോ ഇല്ല, സന്തോഷമില്ല. ചിലയിടത്തങ്ങ് സന്തോഷമുണ്ട്, പക്ഷെ എന്തോ ഇല്ല, വചനമില്ല. തിരിച്ച് ചിന്തിച്ചേ, ഭയങ്കര സന്തോഷം, പക്ഷെ അവിടെ വചനമില്ല. ചിലയിടത്ത് വചനമുണ്ട്, പക്ഷെങ്കില് സന്തോഷമില്ല. ഇവിടെ കർത്താവ് സ്നേഹിതരെ കുടിക്കാൻ വിളിക്കുന്നത് ഇത് രണ്ടും കൂടെ ചേർത്ത ഇടവാ. അങ്ങനെ വേണം സഭ, കേട്ടോ. സന്തോഷവും വേണം, വചനവും വേണം. ഇത് രണ്ടും കൂടെ കൂടിക്കലർന്ന, അത് അവൻ തന്ന സന്തോഷവും അവൻ തന്ന വചനവും കൂടെ ചേരുമ്പോൾ അനേക സ്നേഹിതരെ വിളിക്കാൻ സാധിക്കും, അല്ലെ? അങ്ങനല്ലേ? എന്ത് കൃത്യമായിട്ടാ വചനത്തിൽ പറഞ്ഞേക്കുന്നത് നോക്കിയേ. സ്നേഹിതരെ എന്ന് വിളിക്കുമ്പോൾ കർത്താവ് നമ്മളെ സ്നേഹിതരെന്ന് വിളിച്ചിട്ടുണ്ട്. യോഹന്നാൻ 15:5 സഭയ്ക്കകത്ത് വരുന്നത് വാസ്തവത്തിൽ അവരാണല്ലോ. യോഹന്നാൻ 15:5 ഇന്നു മുതൽ ഞാൻ നിങ്ങളെ കോൾ യു ഫ്രണ്ട്സ്, സ്നേഹിതരെന്ന് വിളിക്കുന്നു. അപ്പോൾ അവിടെ സഭയോടുള്ളൊരു ആഹ്വാനമുണ്ട്, രക്ഷിക്കപ്പെട്ടവരോടുള്ളൊരു ആഹ്വാനമുണ്ട്. എന്നാൽ നമുക്ക് വേറൊരു കാര്യം കൂടെ ചിന്തിക്കാം. അനേകരെ അങ്ങനെയുള്ളിടത്ത് വിളിക്കാൻ സാധിക്കും, കാരണം അവർക്ക് സന്തോഷമുണ്ട്, വചനം കിട്ടുന്നുണ്ട്. നമ്മുടെ സഭയ്ക്ക് വന്ന ഒരു പരാജയം ഇതാണ്, കേട്ടോ. നമ്മൾ ഇത് രണ്ടും കൂടെ വേണം. വി ഹാവ് ടു ബി ബാലൻസ്ഡ്. കർത്താവിന്റെ സന്തോഷവും കർത്താവിന്റെ വചനവും ഒന്നിച്ച് കലരുമ്പോൾ മാത്രമേ അനേകരെ അവിടേക്ക് ആഹ്വാനം ചെയ്യുവാനായിട്ട് സാധിക്കുള്ളൂ. ഏതായാലും സഭയുടെ മഹത്വപൂർണമായ ചില പാഠങ്ങളാണ് നമ്മളിവിടെ കണ്ടത്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മൾ വില കൊടുക്കുക. തേൻകട്ട തിരുമേനത്തിൽ ഉപയോഗിക്കുമ്പോൾ കുറച്ച് സമയമെടുത്ത് രൂപാന്തരപ്പെട്ടു വന്നതാണ്, മെച്യൂരിറ്റിയെ കാണിക്കുന്നു. തേൻകട്ട, ആ ഹണി കോമ്പ് പെട്ടെന്ന് ഉണ്ടാകത്തില്ലേ? ദർ ഇസ് ആൻ എഫേർട്ട് ബിഹൈൻഡ് ഇറ്റ്. അതിന്റെ പുറകിലുള്ള അധ്വാനത്തെ അത് കാണിക്കുന്നുണ്ട്. കർത്താവിന്റെ വലിയ നാമം മഹത്വപ്പെട്ടെ. പ്രാർത്ഥിക്കുക.